ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഒരു തിരുവെടുത്ത് വായിച്ച് സഹായിക്കണം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ തിരുവെടുത്ത് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം 5-ന്റെ നേരെ മേളിൽ. ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഒന്നുകൂടെ വായിക്കാം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല രാത്രി സമയത്തിനായിട്ട് സ്തോത്രം. ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിനെ സാക്ഷിപ്പാൻ ഇങ്ങനെ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ അവിടുന്ന് സംസാരിച്ചല്ലോ. ഈ രാത്രിയിലും അവിടുത്തെ വചനത്തിൽ കൂടി ഇടപെടണം. അവിടുത്തെ വരവ് താമസിച്ചാൽ നാളെ രാത്രിയിലും അവിടുത്തെ ശബ്ദം ജനത്തെ കേൾപ്പിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം. ശബ്ദപരിധിയിലുള്ള ഏവർക്കും അനുഗ്രഹമാക്കണം. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ വട്ടം ഇച്ചിരി ഒന്ന് കുറയ്ക്കുകയാണ്. കണ്ണ് ചിമ്മെന്ന് ഇച്ചിരി കുറയ്ക്കുകയാണെ നല്ലതാണ്. അപ്പം എൻ്റെ കണ്ണടിച്ചു പോവും. പിന്നെ ഞാൻ എന്നായി വട്ടമില്ലേലും കുഴപ്പമില്ല, കണ്ണ് പോവും. കുഴപ്പമില്ല, അങ്ങ് മാറി നിൽക്കുക. എല്ലാ ദിവസവും തടിച്ച് അതാ. നിങ്ങൾ ചിലപ്പം ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിലോ 3 ആയിരിക്കും. നമ്മളെല്ലാ ദിവസവും ഇങ്ങനെ കണ്ണടിച്ച് പോയാൽ ഇത് മതി. ഒന്നാമത് ഞങ്ങൾക്ക് വലിയ കളറൊന്നും ഉള്ള പുള്ളിക്ക് ഇച്ചിരി കളർ കൂടുതൽ, ഞങ്ങൾക്കെല്ലാം പരുവക്കേടാ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ തിരുവെടുത്താണല്ലോ. ഒരിക്കൽ കൂടി ദൈവദാസൻ മനോഭാഷ ഒന്ന് വായിച്ചു. ഒന്നുകൂടെ വായിച്ചു. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. അണ്ടാ, വണ്ടിയുടെ അവിടെ ഇരിക്കുന്ന സഹോദരന്മാരെല്ലാം ഇനി കയറിയിരിക്കും. ഇവിടെ കസാരയുണ്ട്. പുറകോട്ട് പോകാനല്ല പറഞ്ഞു, മുന്നോട്ട് വരാൻ. അതാരാ പുറകോട്ട് പോകാൻ? നമ്മുടെ സഭയിലെ ആളാണോ? കുഴപ്പമില്ല, എല്ലാവരും വന്നിരിക്കട്ടെ. മോനെ, നീ അകത്തോട്ട് കയറിപ്പോന്ന് ഇവിടെ വന്നിരി. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൽ പ്രസിദ്ധനായ ആദരണീയ കർത്തദാസൻ മനോജ് കുഴിക്കാലെ അവരുടെ കുടുംബം, ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ ദൈവകൃപയിൽ ശരണപ്പെട്ട് ലീഡ് ചെയ്യുന്ന യോഗാധ്യക്ഷൻ, പ്രാർത്ഥനയിൽ സഹായിച്ച മാന്യ കർത്തദാസന്മാർ, വേദിയിലും സദസ്സിലും സാന്നിധ്യം കൊണ്ടും സമീപനവും സഹകരണം കൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി ഇവിടെ പ്രാർത്ഥനയോടെ എത്തിയിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, ദേശവാസികൾ, സമീപവാസികൾ, ശബ്ദപരിധികൾ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, വീഡിയോ പകർത്തുന്ന പ്രിയപ്പെട്ടവർ, വിദൂരതയിലിരുന്ന ഈ ശുശ്രൂഷ ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധിയിൽ വന്ദനം. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസൻ, സഭ ഏവർക്കും ഒരിക്കൽ കൂടി നന്ദിയും വന്ദനവും ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ഞങ്ങൾക്ക് ഇവിടെ എത്തുവാൻ ദൈവം കൃപ നൽകി. അവിടുത്തെ മഹാകൃപ കൊണ്ടും ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയാൽ ദൈവം സൂക്ഷിച്ചു. കഴിഞ്ഞ രാത്രിയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇവിടെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവദാസന്മാരെ ദൈവം ബലപ്പെടുത്തി. അവിടുന്ന് അനുവദിക്കുന്ന പക്ഷം നാളെ രാത്രിയിലും കർത്താവിൽ പ്രസിദ്ധനായ ആദരണീയ കർത്തദാസനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനടിസ്ഥാനമായിട്ട് വായിച്ചത് വളരെ പരിചിതമായ ഒരു വേദശകലമാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ തിരുവെടുത്ത് എല്ലാവർക്കും മനപാഠമാണ്. അതിങ്ങനെ വായിക്കുന്നു: ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ദൈവത്തിന് മഹത്വം.
നമുക്ക് ആശ്വാസം തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആകയാൽ ദൈവവചനം കേട്ട് ആശ്വസിക്കുന്നതും ബലപ്പെടുന്നതുമാണ് നമ്മുടെ ബലവും. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ആശ്വാസം നൽകാത്തി പാരിലെ വാസത്താൽ ഉള്ളം നീറുന്നേ, ഉള്ളം നീറുന്നേ. ആശ്വാസം നൽകാത്തി പാരിലെ വാസത്താൽ ഉള്ളം നീറുന്നേ, ഉള്ളം നീറുന്നേ. ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ, ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ. നവയെരൂശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ, വാസമോർക്കുമ്പോൾ, നവയെരൂശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ, വാസമോർക്കുമ്പോൾ, ആനന്ദം കൊണ്ടു നിറയുന്ന മനസ്സേ മോദമേറുന്നേ, ആനന്ദം കൊണ്ടു നിറയുന്ന മനസ്സേ മോദമേറുന്നേ. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു ദിവസവും കൂടെ കർത്താവിനെ സാക്ഷിപ്പാൻ ഒരവസരം ഈ ആയുസ് ലഭിച്ചതിനാൽ ദൈവത്തിന് മഹത്വം. ഇത്രയും പേർക്ക് ഈ സ്ഥലത്ത് ഒന്നിച്ച് സമ്മേളിപ്പാനും ദൈവം തന്ന അവസരത്തിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ തിരുവെഴുത്താണ് വായിച്ചത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ്. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ദൈവത്തിന് മഹത്വം. പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ വിശേഷിച്ച് 21 ലേഖനങ്ങളിൽ, പൗലോസിൻ്റെ 14 ലേഖനങ്ങളിൽ ദൈവശാസ്ത്രപരമായിട്ട് അന്ത്യകാല ശാസ്ത്രപ്രകാരമുള്ള ലേഖനങ്ങളാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനം. അതിലെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18 നമ്മൾ വായിച്ചത്. ഈ തിരുവെഴുത്ത് വിശേഷപ്പെട്ട ഒരു പുസ്തകം. ആ പേര് തന്നെ നമുക്കറിയാം, സത്യവേദ പുസ്തകമെന്ന. 66 പുസ്തകങ്ങൾ അടങ്ങിയ മഹത്തായ ഈ പുസ്തകം. ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. എപ്പോഴും എല്ലായിടങ്ങളിലും പറയുന്നത് ഒന്നുകൂടെ ആവർത്തിക്കുക. കാരണം സുവിശേഷ യോഗമായതുകൊണ്ടും പുറത്തുള്ള യോഗമായതുകൊണ്ട് അറിയാത്ത ആരെങ്കിലും അടുത്തോ അകലെയോ ശബ്ദപരിധിയിൽ നിന്ന് ശ്രദ്ധിക്കുന്നെങ്കിൽ അവർക്ക് മനസ്സിലാകാനായി ഈ കാര്യം പറയുന്നത്. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം മനസ്സിലായിട്ടിരിക്കുക, അതെനിക്കറിയാം. അപ്പം ഈ യോഗം വെക്കുന്നതിൻ്റെ ഉന്നവും അത് തന്നെയാണല്ലോ, നിങ്ങളെ തുള്ളിക്കാനല്ല. ഇതറിയാത്ത ആരെങ്കിലും അകലെയോ ദൂരത്തോ അല്ലെങ്കിൽ സമീപത്തോ ഓൺലൈനിലോ ഒക്കെ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇത് കേട്ടാൽ ഈ ശുശ്രൂഷ അനുഗ്രഹമാണ്. അപ്പോൾ അവരുടെ അറിവിന് വേണ്ടിയ ഈ കാര്യങ്ങളൊക്കെ പ്രാരംഭത്തിൽ പറയുന്നത്. ഈ സത്യവേദ പുസ്തകം 66 പുസ്തകമാണ്. ഇവിടെ എത്ര പുസ്തകമുണ്ട്? 66. ആദ്യത്തെ പുസ്തകം ഏതാ? ഉൽപ്പത്തി. ഒടുവിലത്തെ വെളിപ്പാട്. എന്നൊക്കെ അറിയാം? എന്തോ അറിയാം? ആദ്യത്തെ പുസ്തകം നിന്റെ പുസ്തകം ഇല്ലല്ലോ. എന്നാലും നീ വന്ന് മുന്നിൽ ഇരിക്കുന്നല്ലോ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പേരെന്തോ മോൻ്റെ? ആൽവിൻ. വലിയ പേരാ. സ്റ്റീഫേമിലെ പഴയ ഒരു പേരാ ആൽവിൻ. അപ്പോൾ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. അങ്ങനെയായത് മൊത്തം 66.
അതിലെ പഴയ നിയമത്തിൽ കുറച്ച് പുസ്തകമുണ്ട്. എത്രയുണ്ട് പഴയ നിയമ പുസ്തകം? എത്രയാ? ശരിയാ, ഉറക്കെ പറഞ്ഞു. ചെറിയ തർക്കമുണ്ട് പുള്ളിക്ക്. മോനെ എത്രയാ? ഉള്ളതാട്ടെ. ഇപ്പം മോളെ എത്രയുണ്ട് ഈ പഴയ നിയമത്തിലെ പുസ്തകം? ഇങ്ങനെ വെച്ചാൽ അറിയത്തില്ല, ഉറക്കെ പറ. അവരെല്ലാം ശരിയാ പറഞ്ഞ്, പേടിച്ചാ പറഞ്ഞെങ്കിലും കറക്റ്റാ. പാവം. കാരണം ഇനി പുള്ളി പറയുന്നതിന് ഞാൻ കയറി വിട്ടുവെന്ന് ഓർത്താ പുള്ളി പേടിച്ചിരിക്കുന്നത്. കൃത്യമാ. അപ്പോൾ പഴയ നിയമത്തിലെ പുസ്തകം 39 പുസ്തകമാണ്. ഉൽപ്പത്തി തൊട്ടും മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടും മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. അപ്പോൾ ആദ്യത്തെ പഴയ നിയമ പുസ്തകം നമുക്കറിയാം 39 പുസ്തകമാണ്. പുതിയ നിയമത്തിലെ പുസ്തകം 27 പുസ്തകങ്ങളാണ്. അങ്ങനെ മൊത്തം 66 പുസ്തകങ്ങൾ. നിങ്ങൾക്കറിയാം, ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ടാണ് ഈ പുസ്തകം മുഴുവൻ എഴുതി തീർത്തത്. 1600 കൊല്ലം എടുത്തു. അല്ലാതെ ഒരാൾ തച്ചിനിരുന്നങ്ങ് എഴുതി തീർത്തതല്ല. കൂട്ടനൊരാളെയും കൂടെ വിളിച്ചു, നീ ഇവിടെ വാ, അമ്മക്ക് രണ്ടുകൂടെ പുസ്തകം അങ്ങ് എഴുതാം. എനിക്ക് ഇച്ചിരി കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്, അതെല്ലാം നമ്മൾ എഴുതി വെക്കാൻ പോവുക. അങ്ങനെ 2-3 പേരിന്ന് തച്ചിനിരുന്ന് എഴുതിയതല്ല. ഇത് 40 എഴുത്തുകാര് 1600 കൊല്ലം കൊണ്ട് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലിരുന്നായി പുസ്തകം എഴുതിയത്. ഇവരിൽ പലരും തമ്മിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം എഴുതിയത് മോശയാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം 5 പുസ്തകം മോശയുടെ പുസ്തകങ്ങളാണ്, പഞ്ചഗ്രന്ഥങ്ങൾ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം എഴുതിയ മോശ, വെളിപ്പാട് പുസ്തകം എഴുതിയത് യോഹന്നാൻ. ഇവർ തമ്മിൽ കണ്ടിട്ടില്ലെന്നുള്ളത് മാത്രമല്ല, പല നൂറ്റാണ്ടിൽ ജീവിച്ചവരാ. ഉൽപ്പത്തി എഴുതി 1600 കൊല്ലം കഴിഞ്ഞ വെളിപ്പാട് പുസ്തകം യോഹന്നാൻ എഴുതുന്നത്. രണ്ടുപേരും കണ്ടിട്ടില്ല. പക്ഷെ ഈ 2 പുസ്തകവും നമ്മൾ വായിച്ചാൽ ഒരാൾ എഴുതിയത് പോലെ തോന്നും. അതായി പുസ്തകത്തിന്റെ വിശേഷത. 2 പുസ്തകവും നിങ്ങൾ വായിച്ചേ, ഒരാൾ ഇരുന്ന് എഴുതിയത് പോലെ തോന്നും. പക്ഷെ 2 പേര് 1600 കൊല്ലത്തിന്റെ ഇടയ്ക്കാണ് ഇത് എഴുതിയത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഒരുപോലെ ഇരിക്കുന്ന തോന്നാൻ കാരണം 2 പേരിലും വ്യാപരിച്ചത് ഒരാത്മാവാ, ദൈവത്തിന്റെ ആത്മാവ്. മനുഷ്യൻ ദൈവാത്മ നിയോഗം പ്രാപിച്ച ഈ പുസ്തകം എഴുതിയത്, അല്ലാതെ വെളിവുകേട് കിട്ടി എഴുതിയതല്ല. അങ്ങനെ ഇപ്പോൾ ഒരു ഇളക്കം ഉണ്ടായി, അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഒത്തിരി ഉണ്ട്. ഇളക്കം ഉണ്ടായി എഴുതിയ പുസ്തകമുണ്ട്, അത് വായിക്കുന്നതിന് ഇളക്കം ഉണ്ടാകും. അങ്ങനെയുള്ള ധാരാളം പുസ്തകമുണ്ട്. പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പറയണോ? അങ്ങനെ സ്വത്രമൊക്കെ പറഞ്ഞില്ല, ഞാൻ വേറെ പേര് പറയും. അപ്പൊ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള ഈ ശ്രേഷ്ഠമേറിയ പുസ്തകം, സത്യവേദ പുസ്തകം, ഇത് ദൈവത്തിന്റെ വചനമാണ്. എല്ലാ തിരുവെടുത്തും ദൈവശ്വാസ്യമാണ്. എനിക്ക് വളരെ സന്തോഷം, ആനന്ദം. ദൈവമേ, ഇത് പറയാൻ ഭാഗ്യം ദൈവം തരുന്നല്ലോ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം എന്നെക്കാളും വിദ്യാഭ്യാസമുള്ളവരും കുലീന കുടുംബത്തിൽപ്പെട്ടവരും മിടുക്കന്മാരുമൊക്കെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം, അതല്ലേ ഇങ്ങനെ നല്ല തികഞ്ഞിരിക്കുന്നേ. അതെ, ഇരിപ്പ് കാണുമ്പോൾ, മുഖമൊക്കെ കാണുമ്പോൾ അറിയാം. അഭിനന്ദിക്കുന്നു. നിങ്ങൾ എൻ്റെ മുന്നിൽ വന്നിരുന്നത് കേൾക്കുകയല്ലേ. ചിലക്ക് എഴുന്നേറ്റ് പോകണമെന്നുണ്ട്, പോകാത്തതെന്ന് വെച്ചാൽ അയാൾക്ക് ബോധമുള്ളവനല്ല, എഴുന്നേറ്റ് പോയാൽ വല്ലോ. അങ്ങനെ ഇരിക്കുന്നവരും ഉണ്ട്. ഇറങ്ങിയപ്പോഴേ പറഞ്ഞ് തീർന്നേച്ചാൽ എഴുന്നേക്കുള്ള ഇടയ്ക്കെങ്ങും പൊങ്ങരുത്, ദൈവത്തെ ഓർത്ത് അയാൾക്ക് യാതൊരു വിവരവും ബോധമുള്ളവനല്ല. എന്തേലും വിളിച്ച് ആട്ടെ, ബോധമില്ലാത്തതിൻ്റെ മുന്നിൽ വന്നിരുന്ന് തരുന്നില്ലേ. ഈ ബോധവും വിവരവും ഇല്ലാത്ത എന്നെ കൊണ്ട് ഈ വചനം ദൈവം പറയിപ്പിക്കുന്നില്ലേ. വലിയ ഭാഗ്യമാണ്. സ്വർഗസുഖമാണ് വള്ളവും അനുഭവമാക്കാൻ, സ്വർഗസുഖമാണ് വള്ളവും അനുഭവമാക്കാൻ, ആ യോഗ്യതയില്ലഗതിയനി കൽപ്പവുമോർക്കിൽ, ഓ യോഗ്യതയില്ലഗതിയനി അല്പവുമോർക്കിൽ, ഭാഗ്യവശാൽ പാപിയാ ഞാൻ രക്ഷിതനായി
പാപശിക്ഷകൾ പോയി, ഭാഗ്യവശാൽ പാപിയായ ഞാൻ രക്ഷിതനായി, പാപശിക്ഷകൾ പോയി. അപ്പൊ ശ്രദ്ധിക്കുക, യാതൊരു യോഗ്യതയില്ലാതിരുന്ന എന്നെയും യേശു ശുശ്രൂഷയ്ക്ക് ദൈവം കണ്ടു. ഈ വചനം പറയുവാൻ ദൈവം ഭാഗ്യം നൽകി. അതെ, അങ്ങനെയുള്ള ഈ തിരുവചനം. അപ്പോൾ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി, വെളിപ്പാട് പുസ്തകം, ഒടുവിലത്തെ പുസ്തകം, 66 പുസ്തകം, 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാർ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലിരുന്ന ഈ പുസ്തകം എഴുതിയത്. പലരും തമ്മിൽ കണ്ടിട്ടില്ല, പലരും പല ജീവിത രീതികളിൽ കൂടി പോയിക്കൊണ്ടിരുന്നവരാ. മീൻപിടുത്തക്കാരുണ്ട്, ഡോക്ടർമാരുണ്ട്, രാജാക്കന്മാരുണ്ട്, ഭരണതന്ത്രജ്ഞന്മാരുണ്ട്, ന്യായാധിപന്മാരുണ്ട്, വേദത്തിൽ പ്രാവീണ്യം നേടിയവരുണ്ട്, കാട്ടത്തിപ്പഴം പെറുക്കുന്നവരുണ്ട്, ഇടയന്മാരുണ്ട്, മുക്കുവന്മാർ ഉണ്ട്. അങ്ങനെയുള്ള പലരെ കൊണ്ടാണ് ഈ പുസ്തകം എഴുതിപ്പിച്ചത്. പക്ഷെ ഇതെല്ലാം എഴുതി വന്നപ്പം തിരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ല, വെട്ടേണ്ട ഗതികേടും വന്നില്ല, തിരുത്തേണ്ട. എന്നാൽ എഴുതി തീർത്തപ്പം ജോർജ് കുട്ടി കുറച്ച് തൂക്കുറവറും കൂടെ കൊണ്ടുപോകണം. അതിനാ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ തിരുത്തേണ്ടി തൂത്ത് കളയേണ്ടി വരും. ആർക്കും തൂക്കുറവർ കൊടുത്തില്ല. കാരണം തൂക്കുറവറിൻ്റെ ഗതികേട് ഈ പുസ്തകത്തിന് വേണ്ട. കാരണം പറഞ്ഞത് അങ്ങനെ തന്നെ. അതിന് 2 തെളിവ് ഒത്തിരി ഉണ്ട്. 2 തെളിവ്. ഉൽപ്പത്തി 1:1 വായിച്ചോ. ഉൽപ്പത്തി 1:1. അതാ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ആദിയിൽ ദൈവങ്ങളെന്നല്ല, പിന്നെ ദൈവം ഏകവചനമാണ്. ആമേൻ. ആദിയിൽ ദൈവങ്ങളെല്ലാം കൂടെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്നല്ല, പിന്നെയോ ആദിയിൽ ദൈവം ഏകവചനമാ. ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. ഹല്ലേലൂയ. ഒരു ദൈവത്തെ പറ്റിയാ ഉൽപ്പത്തി 1:1. 1600 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് തന്നെ പറഞ്ഞേക്കുന്നത് ഏകദൈവം. അതാ ഞാൻ പറഞ്ഞ തിരുത്തേണ്ട ഗതികേടൊന്നും ഇതിനിടയ്ക്ക് ദൈവം കളിക്കാൻ വേറെ ആരും കയറി വന്നില്ല, വന്നൗട്ട് നോക്കുകയില്ല. ഇപ്പൊ ധാരാളം ആൾക്കാർ അങ്ങനെ ദൈവം കളിക്കുന്നുണ്ട്. പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം ദൈവം കളിക്കുക. ശ്യാമള ദൈവം, ശാന്തമ്മ ദൈവം, ദൈവം തങ്ക, ബാബു ദൈവം. ദൈവത്തിന് പേരിടുമ്പോഴെങ്കിലും ഒരു ചൊവ്വന് ദൈവത്തിന്റെ പേരാ ബാബു. അപ്പൊ ഈ പുസ്തകത്തിന്റെ വിശേഷത ആദ്യം ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം. 1600 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. തിരുത്തേണ്ടി വന്നില്ല, മായിക്കേണ്ടി വന്നില്ല, അബദ്ധം പറഞ്ഞെന്നും പറയേണ്ടി വന്നില്ല. ഇത് സത്യവേദ പുസ്തകമാണ്. തന്നെയല്ല, ആ 1-ാം വാക്യത്തിലുണ്ട് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ഇത് സൃഷ്ടിച്ചത് ദൈവമാണ്. 1600 കൊല്ലം കഴിഞ്ഞു അത് തന്നെ പറഞ്ഞത്. 4:11 വായിച്ചോ വെളിപ്പാട്. 1600 കൊല്ലം കഴിഞ്ഞും അത് തന്നെ പറഞ്ഞത്. 4:11. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും. മതി. ഉൽപ്പത്തി 1:1 പറഞ്ഞു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും. 1600 കൊല്ലം കഴിഞ്ഞു അത് തന്നെ പറഞ്ഞത്. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചതാ. അതാ ഈ പുസ്തകത്തിന്റെ വിശേഷത. അതെ, മുമ്പോട്ട് പോകാം. ഈ പുസ്തകത്തിലെ 66 പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. ഈ പുസ്തകത്തിലെ പ്രധാന വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇത് എല്ലാം നമുക്ക് അറിവുള്ള വാക്യമാണ്. വായിച്ചു തരണം ദൈവദാസൻ. തീത്തോസ് 2:11. ഞാൻ ഈ വായിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, വായിക്കാതെയും പറയാം. അതിൻ്റെ വായിപ്പിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ, ചില ആൾക്കാർ എന്നെപ്പറ്റി പറയുന്നത് അയാൾ വായി വരുന്നതെല്ലാം വിളിച്ചു പറയുമെന്ന്. അപ്പം അത് വായി വരുന്നത് എന്നതാന്ന്, ഇതിനകത്തുള്ളതാന്ന് തെളിയിക്കാനായി വായിപ്പിക്കുന്നത്. ഇപ്പം പിടി കിട്ടിയോ? ഈയിടെ ഒരാൾ പറഞ്ഞു അയാൾക്ക് ബോധമൊന്നും ഉള്ളവനല്ല, വായി വരുന്നതെല്ലാം എന്നതാ അയാളുടെ വായി വരുന്നതെന്നറിയാലോ, അതിൽ അയാൾ വിളിച്ചു പോകുമെന്ന്. അപ്പം ഞാൻ ഈ വിളിച്ചു പറയുന്നതൊക്കെ ഇതിനകത്തുള്ളതാണെന്ന് പുള്ളിയെ കൊണ്ട് തന്നെയാണ് വായിപ്പിക്കുന്നത്. എൻ്റെ പുസ്തകം ഞാൻ മടക്കി വെച്ചിരിക്കുക, നിങ്ങൾ പിടിച്ചോ. ഇനി ഞാൻ പിടിച്ചോ, അത് പിടിച്ചോ, പുള്ളി തന്നെ വായിക്കട്ടെ. ഇവിടെയും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബോധമുള്ളവനല്ല വായി വരുന്നതെല്ലാം വിളിച്ചു, അത് എന്നെ അറിയണമല്ലോ, അതിനായി വായിപ്പിക്കുന്നത്. വായിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പൊ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം സകല മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവര്,
ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ആ നാമത്തിലാണ് രക്ഷ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. ഓ, രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയെ. വരുവീൻ, ഈ നല്ല സമയം വൃഥാവക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ, ഈ നല്ല സമയം വൃഥാവക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. അപ്പൊ ശ്രദ്ധിക്കില്ല മോനെ, നിങ്ങൾ ഇവിടെ കസാര വന്നിരിക്കും. അങ്ങോട്ട് പോയ രണ്ടൊരാൾ പുറകോട്ട് ഓടി. മോനെ ഇഞ്ഞു വാ മോനെ, കസാര ഇരിക്കും മോനെ. നമ്മുടെ വിശ്വാസികളാണോ? എന്നാ എൻ്റെ പൊന്നു മക്കൾ ഇഞ്ഞു വാ. നിങ്ങൾ എന്തിനാ പമ്മി നടക്കുന്നത് ഇതിലല്ല? അവിടെ രണ്ടുപേര് നിൽക്കും. നിങ്ങളും ഇങ്ങോട്ട് വന്നിരിക്കും. ടീഷർട്ടുകാരനും മറ്റേ അച്ഛനും ഏതായാലും ഇന്ന് മെനക്കേടാ ഇവിടെ വന്നിരിക്കും. ഇനിയും ആരെങ്കിലും അല്ലെ ആനയ്ക്കെറിഞ്ഞ വാഴയ്ക്ക് മറഞ്ഞതുപോലെ അവിടെ എങ്ങാനും മറഞ്ഞു നിൽപ്പുണ്ടോ ഇല്ലയോ? അവിടെ നിങ്ങൾ അനുസരിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തി നസറായനാകുന്ന യേശു ക്രിസ്തുവാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഓടിച്ച് പഠിച്ച് ധ്യാനിച്ച് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പരിലസിക്കുന്ന ഒരേ ഒരു വ്യക്തിപ്രഭാവം അത് നസറയനാകുന്ന യേശു. സ്ത്രീയുടെ സന്തതി മുതൽ അങ്ങോട്ട് ഓരോ പുസ്തകത്തിലും അങ്ങോട്ട് പരാമർശിക്കുക. അതൊക്കെ മനസ്സിരുത്തി ധ്യാനിച്ച് പഠിച്ചാൽ തന്നെ സന്തോഷമാണ്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇതിലെ പ്രധാന വ്യക്തി നസറായനാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ആരാ? അവിടുന്ന് രക്ഷിതാവാ. ഇന്ന് രാത്രി ആ രക്ഷകനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അത് തിരുവചനമാണ്. ഈ സുവിശേഷ യോഗത്തില് ഇന്ന് രാത്രി ഇങ്ങനെ ദൈവവചനം സംസാരിപ്പാൻ ലഭിച്ച വലിയ പദവിയാണ്. ഇടയ്ക്ക് ഒന്ന് രണ്ട് കാര്യം പറയാം. എന്തുവാ ഈ സുവിശേഷം? ഇത് സുവിശേഷ യോഗം അങ്ങനല്ലേ? സുവിശേഷ യോഗമാണ്. എന്തുവാ? വി പ്രീച്ച് ദ ക്രൈസ്റ്റ്. അതാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. പിന്നെ തെറ്റിയോ? ഞാൻ വായിച്ച തെറ്റിയോ? അപ്പോൾ ഇത് യേശുക്രിസ്തുവിനെ ആയി പറയാൻ ഇപ്പോൾ ആയിരിക്കും കണ്ടത്. ഞാനും ഇപ്പോഴാ കണ്ടത്. അപ്പോൾ ഇവിടെ സുവിശേഷം. അതെ, എന്തുവാ ഈ സുവിശേഷം? മതം മാറ്റമല്ല, സഭമാറ്റമല്ല, സംഘടന മാറുന്നതുമല്ല, ബോർഡ് മാറ്റുന്നതുമല്ല, ആളെ കൂട്ടി പിള്ളേരുടെ ഭാഷയെ ഓളവും മേളവും ബഹളവും ഒന്നും ഉണ്ടാക്കുന്നതല്ല, റോഡ് ബ്ലോക്ക് ചെയ്യുന്നതല്ല, ആയുധം കാട്ടി ഒരു 10:30 കഴിയുമ്പോൾ വിളിക്കാൻ പറ ദൈവദാസനെ. ആയുധം വീശി വടിവാള് ചുഴറ്റി ഭീഷണിപ്പെടുത്തി മതത്തിൽ ചേർക്കുന്ന മാർഗമല്ല സുവിശേഷം. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ സംഘടനയെ ചേരണം, ഇല്ലേ നിന്നെ കാച്ചിക്കളയും, അതല്ല സുവിശേഷം. അങ്ങനെയുള്ള പല കാര്യങ്ങളുമൊക്കെ ഉണ്ട്. നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുന്നതല്ല സുവിശേഷം. 9-ന് നിർത്തണമെന്ന പോലീസ് അധികാരി പറഞ്ഞേക്കുന്നത് ആരുടെയും സ്വൈര്യം കെടുത്തുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ചെന്നേ 11:45 പോസ്റ്റേ കെട്ടിവെച്ചിരിക്കുക, ചെറിയ ബോക്സ് വെച്ച അനത്തുക. എന്നാ കേട്ടിട്ടില്ലേ? നിങ്ങളാരും കേരളത്തിലല്ലയോ അതോ ലഡാക്കിൽ നിന്ന് വന്നതാണോ? 11:00 പോകുമ്പോൾ ഓരോ പോസ്റ്റേൽ ഒന്നട വിട്ടുള്ള പോസ്റ്റേൽ കെട്ടിവെച്ചിരിക്കുക.
ഇന്നലെ ഞങ്ങൾ വന്നപ്പം സ്ഥലമൊന്നും പറയുന്നില്ല, പറഞ്ഞില്ല എന്നാണ്ട് പത്തനംതിട്ടയെന്ന് ഓമല്ലൂരില്ലാന്ന് സ്ഥലം എന്നാ നമ്മൾ ഇന്നലെ രാത്രി പോയേ. ഓ പുള്ളിക്ക് അങ്ങ് മറവിയല്ല, ഉദിമൂടല്ലടേ. പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ പന്തളത്തിന് വരുമ്പം കൈപ്പട്ടൂരിന് പുറകിലൊരു സ്ഥലമുണ്ടല്ലോ. ഓ ഓമല്ലൂരാണെന്ന് തോന്നുന്നു, വലിയ അമ്പലമൊക്കെ ഉള്ളത്. ഞാൻ ഗ്ലാസ് താത്തേച്ച് ശബ്ദം ഇടം വരെ ഉണ്ടെന്ന് ശ്രദ്ധിച്ചു. 1.5 കിലോമീറ്റർ രാത്രി 11:30. നമുക്ക് 9 വരെ. 9 നമ്മുടെ ഉപദേശിമാർ തന്നെ ബൈബിളിൻ്റെ സിപ്പിട്ട് കാണിക്കും. ഇവിടെ ഇരിക്കുന്ന കണ്ണട എടുത്ത് മടക്കി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അത് കുറ്റമല്ല, നമുക്ക് അങ്ങനെ സമയം തരുന്നുള്ളൂ. മറ്റത് 11:30 ആയിട്ടും നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുന്ന നല്ല സുവിശേഷം, ഭീഷണി മുടക്കി മതത്തിൽ ചേർക്കുന്ന നല്ല സുവിശേഷം, സഭ മാറ്റുന്നതുമല്ല മതം മാറ്റുന്നതുമല്ല. പിന്നെ എന്തുവാ സുവിശേഷം? എപ്പോഴും ഞാൻ പറയും, സുവിശേഷം ഒരു വ്യക്തിയാ, അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു, ഇന്നെല്ലാം വായിച്ചു തരണം. കാരണം ഇതിനകത്തുള്ളതായി പറയാനെന്ന് അറിയണമല്ലോ, അല്ലെ പറയുമായി വരുന്ന പറഞ്ഞതാണ്. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2:8 എല്ലാം നമുക്ക് അറിവുള്ളതാ, എങ്കിലും വായിച്ചോ മൈക്കൂടെ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് നിർത്തിയില്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാ സുവിശേഷം. കണ്ടോ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാ സുവിശേഷം. ഇതാ സുവിശേഷം. എന്തിനാണ് സുവിശേഷം? മുമ്പേ വായിച്ചല്ലോ, സകല മനുഷ്യരും രക്ഷപ്പെടാൻ. തീത്തോസ് 2:11. എല്ലാവരും രക്ഷപ്പെടണം. ഒരു വിഭാഗക്കാര്, ഒരു ദേശക്കാര്, ഒരു ഏരിയക്കാര്, ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, സകല ആൾക്കാരും രക്ഷപ്പെടണം. വെളുത്തവനോ കറുത്തവനോ പണ്ഡിതനോ പാപനോ കുചേലനോ കുബേരനോ കരിവുള്ളവനോ കരിവില്ലാത്തവനോ നിലവാരമുള്ളവനോ നിലവാരം കുറഞ്ഞവനോ, ഇതൊക്കെ മനുഷ്യൻ തരംതിരിച്ചു വെച്ചിരിക്കുന്നതാ. ഇതൊന്നും ദൈവത്തിന്റെ വിഷയമല്ല, സകല മനുഷ്യരും രക്ഷപ്പെടണം. അതിനാ സുവിശേഷം. അല്ല ഒരു ജാതിയിൽപ്പെട്ടവര്, ഒരു മതത്തിൽപ്പെട്ടവര്, ഒരു വർഗത്തിൽപ്പെട്ടവര്, ഒരു വർണ്ണത്തിൽപ്പെട്ടവര്, ഒരു ജില്ലയിൽപ്പെട്ടവര്, ഒരു സംസ്ഥാനത്തിൽപ്പെട്ടവര്, ഒരു രാജ്യത്തിൽപ്പെട്ടവര് മാത്രമല്ല, ഈ ഭൂമിയിൽ പാർക്കുന്ന സകല മനുഷ്യരും രക്ഷപ്പെടണം. അതിന് അങ്ങനെ അതിന്റെ കാര്യം കൂടെ പറയാം. ഈ ഭൂമിയിൽ പാർക്കുന്ന സകല മനുഷ്യരും ഒറ്റയൊരുത്തന്റെ സന്തതിയാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചേക്കുന്നത്. നമ്മളെല്ലാം ഒറ്റയൊരുത്തന്റെ സന്തതി. അങ്ങനെ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വിശ്വാസമില്ലെന്ന് എനിക്കറിയാം, ഹൃദയം ഊത്തിയിരിക്കുക. ആര് പറഞ്ഞു പാസ്റ്ററോട് ഒരുത്തൻ്റെ? ഞങ്ങൾ പകലോമറ്റത്തെയാ. ആര് പറഞ്ഞു ഒരുത്തൻ്റെയാണ്? ഞങ്ങൾ ശങ്കരപുരിയിലെയാ. നിങ്ങളോ? ഞങ്ങൾ സിറിയായിൽ നിന്ന് വന്നതാ, ഗ്രാൻഡ് ഫാദർ. ഓ, നിങ്ങളെവിടെ നിന്ന്? ഞങ്ങൾ സിറിയായിൽ ഉറഹായിൽ നിന്ന് വന്നതാ. നിങ്ങളോ? ഞങ്ങളുടെ അപ്പച്ചൻ അന്ത്യോക്യ എന്ന് വന്നതാ. പിന്നെ ഇതിനെ എവിടെ കുത്തിയിരിക്കുന്നേ? നിന്റെ ഈ ഊളം വർത്താനം നിർത്തിയേച്ചേ. വേറെ ആ വാക്യം തപ്പുകാരിക്കുമല്ലയോ? പൂതലത്തെങ്ങും കൂടിയിരിക്കുവാൻ അവരോട് തന്നെ നിന്ന് 7:38 ഒന്ന് വായിച്ചു തരും. അതും വായിരിക്കും, കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ, ഇതിനകത്തുള്ളതാണ്. ഒന്ന് വായിച്ചു തരും. കാറ്റടിക്കുന്നതുകൊണ്ട് താളങ്ങ് പറന്നു പോകുന്നു. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിലിരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. നമ്മുടെ പിതാക്കന്മാരെ കീഴ്പ്പെടുവാൻ മനസ്സില്ലാത്തവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ടവനെ അടുത്തത് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. അങ്ങനെ ആ വാക്യം പാസ്റ്റർ വായിച്ച റെഫറൻസ് ഒന്ന് പറഞ്ഞേ. 38 വായിച്ചു. 38 ഇപ്പം 38 വായിച്ചു. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. ഒറ്റയൊരുത്തന്റെ സന്തതിയാ മുഴുവൻ.
അമേരിക്കക്കാരനും കാനഡക്കാരനും ഓസ്ട്രേലിയക്കാരനും കേരളത്തിലുള്ളവനും ഗൾഫിലുള്ളവനും സകല എണ്ണം ഒറ്റ ഒരുത്തൻ്റെ സന്തതിയാണെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാവരും രക്ഷപ്പെടാൻ ഈ മാർഗം വെച്ചേക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. ഒറ്റ ഒരുത്തൻ്റെ സന്തതിയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാണ് ഈ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ഇനി ആരാണ് ഈ സുവിശേഷം കേൾക്കേണ്ടത്? എന്താ, ആരാ കേൾക്കണ്ടേ? കുറെ പേര് മാത്രം കേട്ടാ പോരാ, എല്ലാവരും കേൾക്കണം. 49 സങ്കീർത്തനത്തിന്റെ പ്രാരംഭ വാക്യം, അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചു. സങ്കീർത്തനം 49 1 വാക്യം വായിച്ചു. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. ഇത് കേൾക്കണം. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. അപ്പം എല്ലാരും ഇത് കേൾക്കണം. നമ്മൾ മാത്രം കേട്ടാൽ പോരാ, എല്ലാരും കേൾക്കണം. എല്ലാരെയും കേൾപ്പിക്കണം. പക്ഷെ നമ്മുടെ മധ്യ തിരുവിതാംകൂറിൽ എല്ലാരെയും കേൾപ്പിക്കത്തില്ല. തിരുവനന്തപുരം സൈഡിൽ ചെന്നാൽ അവർ കേൾപ്പിക്കും. മറ്റവർ വെച്ച പോലെ അവർ കേൾപ്പിക്കും. നല്ല സിസ്റ്റവുമാണ്. ഇവിടെ വലിയ കുഴപ്പമില്ല. ചിലയിടത്താൽ അതും ഇതിപ്പം സിസ്റ്റം മോനെ നന്നായിട്ട് വർക്ക് ചെയ്യാന്ന് പറയാനും ഒക്കത്തില്ല. ഉടനെ അവൻ തെറി പറയും. ഈയിടെ പറഞ്ഞു തീരാഞ്ഞ് വന്നിട്ട് ബാക്കി അയച്ചും തന്നു. ഞാൻ വായിച്ചില്ല. ഞാൻ ചോദിച്ചേട്ടാ പുതിയ തെറി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു അച്ഛാ പഴയത് തന്നെയാ, അവനെ മെയിൻറ്റെയിൻ ചെയ്ത്. അവന് പെന്തിക്കോസുകാരനാ. ഇതെല്ലാവരും കേൾക്കണം. എല്ലാവരും കേൾക്കണം. സകല ജാതികളുമായുള്ളവര് ഇത് കേൾക്കണം. സുവിശേഷം കേൾക്കണം. അതന്നെ, ഇത് കേൾക്കാൻ കൊള്ളാവുന്നതാണ്. മറ്റ് വിഷയങ്ങളൊന്നും എല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്നതൊന്നും അല്ല. ഇതെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കേൾക്കാത്ത പിള്ളേരൊക്കെ ഇരിക്കുന്ന കണ്ടോ? അവൻ കാലും വെച്ചായിരിക്കുന്നതിൽ ഇരുന്ന് കേൾക്കുക. മോളുമൊക്കെ ഇരുന്ന് കേൾക്കാണ്ട് പ്രായമുള്ളവരും ഒക്കെ ഉണ്ട്. സമീപവാസികളും സ്ഥലവാസികളൊക്കെ കേൾക്കുക. അതിനെ ഇത് കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. മറ്റു കാര്യങ്ങളെല്ലാം എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കേൾക്കാൻ കൊള്ളത്തില്ല. ഇപ്പം മനോജ് മാസ്റ്ററും മോനും എല്ലാം കൂടെ ഒന്നിച്ചിരുന്നാ കേൾക്കുന്നത്. ഇതത് കേൾക്കാം. മറ്റു കാര്യങ്ങൾ എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് കേൾക്കാനും പറയാനും കൊള്ളുകയില്ല. അതിലെ പ്രായമുള്ളവർ വർത്താനം പറയുമ്പോൾ പിള്ളേർ ചെല്ലുമ്പോൾ ചോദിക്കല്ലേ, എന്തോ ആടാ മൂത്തവർ വർത്താനം പറയുന്നതിൻ്റെ കീഴെ? കാരണം മൂത്തവർ പറയുന്നതല്ല അത്രയാ. കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നോട് പലപ്പോഴും പറഞ്ഞോണ്ടോ, പ്രായമുള്ളവർ വർത്താനം പറയുന്നതിൻ്റെ കീഴെ കയറി എന്നാ പോ എന്നാ അടുത്ത പള്ളി അവൻ പോയോന്ന് നോക്കി. പോയച്ചാ ഉണ്ടോ? ഇപ്പം നേരെ തിരിഞ്ഞ് പിള്ളേർ ചോദിക്കാം, എന്തോ അപ്പാ ഞങ്ങൾ പിള്ളേർ പറയുന്നതിനിടെ പപ്പായോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കൂട്ടുകാർ ഫ്രണ്ട്സ് സംസാരിക്കുന്നതിനിടെ അവൻ പറയാം ഞാൻ ഓർക്കാപ്പുറത്തുനിന്ന് വന്നതാണ്. പോ ഉണ്ടോ? ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ കൊള്ളുന്ന വിഷയമൊന്നുമല്ല എല്ലാവരും പറയുന്നത്. പക്ഷേ സുവിശേഷം എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാം. എല്ലാവരും കേൾക്കാൻ പറ്റുന്ന നല്ല വിഷയമാണ് സുവിശേഷം. സദ്വർത്തമാനം, നല്ല വാർത്ത, ഗുഡ് ന്യൂസ് എല്ലാവർക്കും കേൾക്കാം. അതിനാ ഇത് കേൾക്കുമ്പോൾ തന്നെ മനോസുഖമല്ലേ? അതിനാ ഇത് സമാധാനമാണ്. സ്തോത്രം. തീ കോരിയിടുന്ന മാർഗമല്ലിത്. ദൈവത്തിൻ്റെ മകത്ത് സമാധാനം. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പം സുവിശേഷം എല്ലാവർക്കും കേൾക്കാം. അപ്പനും അമ്മയ്ക്കും വല്യപ്പനും വല്യമ്മയ്ക്കും കൊച്ചുമക്കൾക്കും മക്കൾക്കും എല്ലാം ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്ന നല്ല വാർത്തയാണ് സുവിശേഷം. കാരണം ഇത് കേൾക്കുന്നവർക്കെല്ലാം വിടുതലാണ്. സുവിശേഷം യേശു ക്രിസ്തു. ഇത് കേൾക്കുമ്പോൾ തന്നെ രോഗശാന്തി ഉണ്ടാകും. ഇത് കേൾക്കുന്നവർക്ക് വിടുതലുണ്ടാകും. രോഗപീഠകൾ വലയുന്നവർ വന്നിരുന്ന് കേട്ടാൽ തിരിച്ചു പോകുമ്പോൾ സൗഖ്യത്തോടെ തിരിച്ചു പോകും. മനോഭാരത്തോടിരിക്കുന്നവർ ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സമാധാനത്തോടെ ഇന്ന് രാത്രി തിരിച്ചു പോകും. ആമൻ രട്ടടിച്ച് സന്തോഷത്തെ ഉടുപ്പിക്കുന്ന മാർഗമാണ് സുവിശേഷം. ആമൻ മുടന്തൻ സൗഖ്യമാകുന്ന മാർഗമാണ് സുവിശേഷം. മരിച്ചവരെ ഉയർപ്പിക്കുന്ന മാർഗമാണ്. ദൈവത്തിൻ്റെ മഹത്വം. എല്ലായിടത്തും പറയാൻ കൊള്ളാവുന്ന നല്ല വാർത്തയാണ് സുവിശേഷം. അതാ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുന്നത്. അപ്പോൾ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു.
എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? എല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം. അടുത്തത് എന്തുവാ ഈ സുവിശേഷത്തിന്റെ വിശേഷത? സുവിശേഷത്തിന് വിശേഷതയുണ്ട്. സുവിശേഷത്തിന്റെ വിശേഷത ഒത്തിരിയുണ്ട്, എല്ലാം പറയാൻ നേരമില്ല. ഞാനെപ്പോഴും പറയും സുവിശേഷത്തിന്റെ വിശേഷത പലതരം. 3 കാര്യം പറയാം, 3 കാര്യം. എല്ലാം ഇപ്പം എണ്ണി പറയാൻ നേരവുമില്ല. സുവിശേഷത്തിന്റെ വിശേഷത 1, റോമാലേഖന 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിച്ചേ. സുവിശേഷത്തിന്റെ വിശേഷത റോമർ 1:16. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായ ദൈവശക്തിയാകുന്നുവല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ഒറ്റ വാക്യം പറയാം, സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. ഇത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാ. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. ആരെ രക്ഷിക്കുന്നു? സകല മനുഷ്യരെ രക്ഷിക്കും. ആ രക്ഷപ്പെടാൻ എന്തെങ്കിലും കൊടുക്കണോ? ഏത്തക്കൊല കൊടുക്കണോ? വേണ്ട. വാഴക്കൊല കൊടുക്കണോ? വേണ്ട. വസ്തു എഴുതി കൊടുക്കണോ? വേണ്ട. അരി കൊടുക്കണോ? അരിയും മണിയും തുണിയും കിണിയും ഒന്നും കൊടുക്കണ്ട. ആടിനെ കൊടുക്കും? വേണ്ട. കോഴിയെ വേണ്ട, ഒന്നും വേണ്ട. ആടും വേണ്ട, കോഴിയും വേണ്ട, പോത്തും വേണ്ട, ഒന്നും വേണ്ട. കാടപ്പക്ഷിയും കൊടുക്കണ്ട, മുട്ടയും കൊടുക്കണ്ട, ഒന്നും വേണ്ട. ഒരു ഭൗതിക സാധനം കൊണ്ട് കൊടുക്കണ്ട. ഇത് കൊടുത്താൽ നമുക്ക് രക്ഷപ്പെടാം. ഇല്ലില്ല, ഇതൊന്നും കൊടുത്താൽ ഏക്കുകയില്ല. ഒരു വാക്യം വായിച്ച മീഖ 6:6 പെട്ടെന്ന് വായിച്ചു. ഇതെല്ലാം ഉള്ളതായി പറയുന്നത്, അതിനായി വായിപ്പിക്കുന്നത്. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന് മുമ്പാകെ കുമ്പിടേണ്ടു. ഞാൻ എന്തുമായിട്ട് അങ്ങോട്ട് ചെന്ന് കുമ്പിടുന്നേ? ദൈവസന്നിധിയില്ലേ? 1-2 കാര്യം പറഞ്ഞ് അടുത്തത്, ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? അങ്ങനെയുണ്ട്. അപ്പൊ തൈലം കൊണ്ട് കൊടുത്തിട്ട് ഗുണം വരികയല്ല. ആട്ടുകൊറ്റനെ കൊടുത്താലും ഗുണമില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എന്തോന്നും കൊണ്ടാ അങ്ങോട്ട് ചെല്ലുന്നത്? യോ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഇത് മുഴുവൻ ഉണ്ടാക്കിയ പുള്ളിയുടെ നീ എന്തോ കൊണ്ട് ചെല്ലാനാ? ജലജന്തുക്കൾ കൂട്ടമായിട്ട് ജനിക്കട്ടെ. ചൂട മുതൽ തിമിങ്ങലം വരെ ഉണ്ടായി. ചൂടേന്നാ ഞങ്ങളുടെ അവിടെ പറയുന്നത്. ഇവിടെ എന്നാ പറയുന്നത്? നെത്തോലി. ചൂട ചേർത്ത് പീര വെക്കുന്നേ. കടലില്ലേ, ഈ മഹാസമുദ്രത്തിലൊക്കെ ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പം ചൂട മുതൽ വലിയ കപ്പൽ വരെ വിഴുങ്ങാൻ കഴിവുള്ള തിമിങ്ങലം വരെ ഉണ്ടാകട്ടെന്ന്. ആ പുള്ളിയുടെ നീയെ 3 വാളയായിട്ട് ദൈവത്തിന് 3 വാള. 2-ാം സങ്കീർത്തനം 4 പറയുമ്പോൾ സ്വർഗത്തിരിക്കുന്ന ചിരിക്കുന്ന നിന്റെ വാള കണ്ടുകൊണ്ട് തിമിങ്ങലം ഉണ്ടാക്കിച്ച് പുള്ളി മേളിയിരിക്കുക. അതും വയറ് വീർത്ത ചീഞ്ഞ വാള. മൃഗങ്ങളെല്ലാം ഉണ്ടാകട്ടെ, കാട്ടിലെ 1000 ജന്തുക്കൾ. ആന മുതല് അരണ വരെ. നടക്ക് 4000 മുടിക്ക് 3000 പണ്ടത്തെ കണക്ക്. ആനയ്ക്ക് നടക്ക് 4000, നഖത്തിനൊക്കെയാ. നടക്ക് 4000 മുടിക്ക് 3000. ആന അരിക്കൊമ്പം വരെ. അരിക്കൊമ്പനെ ഉണ്ടാക്കി വെച്ച് ദൈവം മേളിരിക്കാന്നില്ല നിന്റെ 2 മച്ചിപ്പശു. മനസ്സിലാകാടിയാന്നോ പൊട്ടം കളിച്ചിരിക്കുകയാന്നോ? ദൈവത്തിന് 2 ആട്. എന്തിന്? ആടാനെ കറവ പറ്റിയതാ. ഞാനാ പോലും ഒരു തുള്ളി പാല് വരികയല്ല. ദൈവത്തിന് നിന്റെ ആടും വേണ്ട, കോഴിയും വേണ്ട. കാട്ടുകോഴി എമ്പടി ആ കാട്ടിൽ കിടക്കുന്നത്. എന്തായാലും ആ വസന്തം വന്ന 2 അതാണ് ഇങ്ങനെ കിടക്കുന്നത്. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. അടുത്ത വാക്യമായിര് ചെല്ലണമോ? എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദിജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? നരബലി വേണ്ടെന്ന്. നരബലി
അണ്ടേലും ദൂരം ഒരു തള്ള ഇപ്പം ഞങ്ങൾ അതിലെയാ വന്നത്. തള്ള കണ്ടിച്ചേച്ച് ഇപ്പം എല്ലാം കണ്ടാന്ന് വന്നു. ഏണ്ട പകൽ സിംഗോ? ആ അല്ല രാത്രി സിംഗാ, പകലൊന്നും അല്ല. ഇരുട്ട് സിംഗാ, മനുഷ്യകുരുതി. മനുഷ്യന്റെ പെടല് കണ്ടിക്കുമ്പോൾ പ്രസാദിക്കുന്നവനല്ല ദൈവം. മനുഷ്യനെ കൊന്നേച്ച് കൊടുവാളുമായിട്ട് ചെല്ലുമ്പം വത്സ ഞാൻ നിന്നെ പ്രസാദിച്ചു വത്സ, പിന്നെ കിൽസൻ. ഇടപൊട്ട മനുഷ്യനെ കൊല്ലുമ്പം പ്രസാദിക്കുന്നയാളല്ല ദൈവം. അല്ല, മനുഷ്യന് ജീവൻ കൊടുക്കുന്നവനാ ദൈവം. അതികളൊടിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണീകൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളൊടിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിൽ എന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനേ മനുവേലേ ജീവനായകനേ മനുവേലേ ജീവനായകനേ. അപ്പൊ ശ്രദ്ധിക്കുക, നിന്റെ ആട്ടുകൊറ്റനും വേണ്ട, കേളക്കിടാവും വേണ്ട, നിന്റെ നരബലിയും വേണ്ട. മന്ത്രവാദി വന്ന് പറഞ്ഞു പോലും കൊച്ചിനെ കണ്ടിച്ചാൽ മതി പ്രസാദം ഉണ്ടാകുമെന്ന്. അങ്ങനെ ഉണ്ട്. നിന്റെ ഉദരബലത്തെ ഒന്നും ചെയ്യരുത്. മന്ത്രവാദി വന്ന് പറയുക നിധി കിട്ടും, നീതി ഒന്നും ഞാൻ പറയുന്നില്ല. അതിനാ നൊന്ത് പ്രസവിച്ച കൊച്ചിനെ കണ്ടിച്ചെന്ന് നിധി കിട്ടുമെന്ന്. കിട്ടിയല്ലോ അവിടെ ചെന്ന് കിടക്കുമ്പം. എല്ലാ ദിവസവും നീതി കിട്ടിക്കൊണ്ടിരിക്കുക. ദൈവത്തെ ഇപ്പോൾ ഈ അന്ധവിശ്വാസമല്ല ഉണ്ടല്ലോ എന്നുള്ളതാ. അപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പോഴും പണ്ടൊരാൾ പറഞ്ഞ് എല്ലാ കാര്യവും പറയുമെന്ന് കൈ കാണിച്ചാൽ. എല്ലാ കാര്യവും ഭാവി കാലമല്ല, എല്ലാം പറയും. എല്ലാം പറയുമെന്ന് ചോദിച്ചു, എല്ലാം പറയുമെന്ന് പറഞ്ഞു. ആരുടെയും പറയുമെന്ന് പറഞ്ഞു. എല്ലാം പറയുമോ? വരാനുള്ളതും പറയുമെന്ന് ചോദിച്ചു, വരാനുള്ളതും പറയുമെന്ന് പറഞ്ഞു. ഭാവി കൈ ഒന്ന് തൂത്തച്ചൊരു ഒറ്റ അടി കൊടുത്ത് അയാളുടെ ചെവിക്കലിന്. ഇതെന്നാ പറയാൻ ഞാൻ അടിക്കുമെന്ന്. ഇങ്ങനെ ഒരാൾ രാവിലെ 10:30 വന്ന് ചെവിക്കല് തോന്നി എല്ലാം ഭാവിയും പറയുന്നതല്ലേ. പുള്ളി പുറകോട്ട് മാറുന്നു, ഞാൻ അടിക്കാൻ ചെല്ലുക. എൻ്റെ ദൈവമേ, ഞാനങ്ങനൊന്നും ചെയ്യരുത്. എൻ്റെ കാർത്തിക ഈ മീറ്റത്തിരുന്ന് ഞാൻ ചെയ്യുമോ എന്ന് ചോദിച്ച പോലെ ഞാനങ്ങനൊന്നും ചെയ്യരുത്. ധാരാളം മന്ത്രവാദികളും ആഭിചാരകന്മാരൊക്കെ ഇങ്ങനെ നരബലി. അയ്യോ, ഇതൊന്നും ദൈവം ഇഷ്ടപ്പെടുന്നതല്ല. നരബലിയിൽ പ്രസാദിക്കുന്നവനല്ല ദൈവം, മൃഗബലിയിലും പ്രസാദിക്കുന്നവനല്ലെന്ന്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അപ്പൊ ആദിജാതനെ അർപ്പിക്കണോ? വേണ്ട, ഇതൊന്നും ആവശ്യമില്ല. പിന്നെ എന്തും ആവശ്യം? അടുത്ത വാക്യം, മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ശ്രദ്ധിച്ചേ, മനുഷ്യ നല്ലത് എന്തെന്ന് അവിടുന്ന് കാണിച്ചു തന്നിരിക്കുക. എന്തുവാ? ന്യായം പ്രവർത്തിപ്പാനും. ഒന്ന്, ന്യായം. ഇതൊക്കെയാ ചെയ്യേണ്ടത്. ന്യായം പ്രവർത്തിക്കണം. ദയാതൽപ്പനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഇതൊക്കെയാ ദൈവം ചോദിക്കുന്നത്. ഒന്ന്, ന്യായം പ്രവർത്തിക്കണം. കാണിക്കുന്നതല്ല അന്യായമാ. എന്ന് വെച്ചാൽ രാവിലെ 5:30 കുർബാന, 10:30 ബെന്തിക്കോസിലും, നിർമ്മാല്യ ദർശനത്തിന് അമ്പലത്തിലും, ആണ്ടോടാണ്ട് മക്കയ്ക്കും കാണിക്കുന്നതോ? മിണ്ടുന്നില്ലല്ലോ ആരും. അവൻ്റെ അതിര് മാന്തി ചേട്ടനോ അനിയനോ ചേട്ടത്തിക്കോ അനിയത്തിക്കോ പെങ്ങൾക്കോ കൊടുക്കാനുള്ളത് കൊടുക്കത്തില്ല. അപ്പം ചാകാറായപ്പം ചരിഞ്ഞു കിടന്നപ്പം കുറുക്ക് കൊടുത്തു ഒരമുക്ക് കള്ളയാധാരം.
ഇതെല്ലാം ചെയ്തേച്ചേ കുമ്പനാട്ടി എന്നൊരു വലിയ തമ്പേർ മേടിച്ച് കമത്തിട്ട് അടിക്കുക, തീ കത്തിക്കുക. മിക്കവാറും നിന്നെ കത്തിക്കാൻ സാധ്യത. ന്യായം പ്രവർത്തിക്കണമെന്ന് അയലത്തുകാരോട്, സഹജീവികളോട്, സമൂഹത്തോട്, ഏത് മതത്തിലോ കുലത്തിലോ കുടുംബത്തിലോ ആകട്ടെ, മനുഷ്യനല്ലേ. ഏത് സഭയും ആയിക്കോട്ടെ, കത്തോലിക്കരോ യാക്കോബായോ മാർത്തോമയോ CSOയോ ആരുമാകട്ടെ, മനുഷ്യനല്ലേ. ചില ആൾക്കാര് അവനവന്റെ സഭക്കാരോട് മാത്രം ഭയങ്കര മമതയാ. ഇവനൊന്നും ഗുണം പിടിച്ചതല്ല അല്ലെന്ന്. ചിലക്ക് അങ്ങോട്ട് വിശുദ്ധി കയറി വെച്ച് പിന്നെ കൈ പോലും കൊടുക്കില്ല. ഇന്നാള് എനിക്കൊരാൾ ഒരു വിരലാ തന്നെ, സങ്കടം വന്നു. ഒരു വിരല് പുള്ളി അങ്ങ് വിശുദ്ധിയുടെ അങ്ങ് അത്തിച്ചകോടി കയറി അതിൻ്റെ എന്തുവാ പരമകാഷ്ഠയിലെത്തിയ ആളാ. ഞാൻ വലിയ കാര്യത്തെ സ്തോത്രം. ഒരു വിരല്, രണ്ട് വിരല്, ആകെ 3 എണ്ണം പുള്ളി അങ്ങ് സങ്കടവും തോന്നി. പിന്നെ പോട്ടെന്ന് ഓർത്ത്. അത് കഴിഞ്ഞപ്പോൾ വേറൊരു പുള്ളി എന്ന് പറയുന്നത് പുള്ളിക്ക് ഒരു വരില്ല. അപ്പം എനിക്ക് മനസ്സിലായി എന്നോടാ കുറച്ചുകൂടെ സ്നേഹം. പിന്നെ ഒരാൾ വന്നപ്പോൾ ഒന്നും കൊടുത്തില്ല. പുള്ളി വലിയ മേളിൽ കയറി നിൽക്കുക. ഈ കള്ളയാൽമീയെ ഒന്നും നടിക്കരുത്. എടാ, സ്വന്തം സഹോദരനോട് മിണ്ടുകയല്ല. സ്വന്തം സഹോദരനെ സ്നേഹിക്കാത്ത നീ എങ്ങനെയാ ദൈവത്തെ സ്നേഹിക്കുന്നേ? ദൈവ സ്നേഹമല്ലേ. അപ്പുറത്തുകാരനായിട്ട് മിണ്ടിയിട്ട് എത്ര കൊല്ലമായി? രാവിലെ വേദപുസ്തകം എടുത്തോണ്ടുള്ള ഓട്ടം കാണണം. എവിടെ? കൊട്ടറ സഭയിലെ. നിങ്ങളെവിടാ? ഞങ്ങൾ ഉമ്മന്നൂര്. നിങ്ങളെവിടാ? ഞങ്ങൾ വെലങ്ങറ സെന്റർ. നിങ്ങളെവിടാ കൂടെ? ഞങ്ങൾ വാപ്പാല. ഈ ഏരിയയിലുള്ള സ്ഥലമാ. കേട്ടിട്ടില്ലേ? നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ പുതിയതായിട്ട് സ്ഥലം ഉണ്ടാക്കിയതുപോലെ. എല്ലാവരും ഉണ്ട് ഇവിടെ. എന്നാ പിന്നെ കുഴപ്പമില്ല. എന്നാ ഒത്തല്ലോ. ആ തത്തയിൽ എനിക്ക് ഗുണമായെന്ന് പറഞ്ഞ പോലെ. കാണുന്ന സഹോദരനെ അല്ലേ സ്നേഹിക്കണ്ടേ? നീയാണോ കാണാത്ത ദൈവത്തെ? ദൈവ സ്നേഹമാ. സ്തോത്രം. ദൈവത്തിന് ആടും കോഴിയും മാടും ഒന്നും വേണ്ട. ദൈവത്തിന് നിന്നെ മതി. ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരനായിരിക്കണം, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ താഴി. ഇതൊക്കെയാ ദൈവം ഇഷ്ടപ്പെടുന്നത്. സ്തോത്രം. അല്ലാതെ നീ 101 പാട്ടുകാരെ നിർത്തി ബമ്പം ക്രൂസ് കേട്ട് സ്വന്തം അനിയനോട് മിണ്ടുന്നില്ല. മുടുത്ത ബാഡ്ജുമൊക്കെ കൊട്ടി മുട്ടിന് താഴെയുള്ള ജിബ്ബായിട്ട് ചീസ്. കന്യാകുമാരി മുതൽ അങ്ങ് കാസർഗോഡ് വരെ പരസ്യോഗം. സഹോദരനോട് മിണ്ടുകയല്ല. കന്യാകുമാരി മുനമ്പ് മുതൽ കാസർഗോഡിൻ്റെ അറ്റ ഉപ്പള. അത് ചെയ്തത് തെറ്റാന്നല്ല, നാളെയും ചെയ്തോണം. പക്ഷെ ഇതൂടെ ചെയ്തേച്ച് വേണം. ലോക്കൽ സഭയിലുള്ളവരോട് മിണ്ടുകയല്ല. എന്നുവെച്ചാൽ നേരെ ഉപ്പളയ്ക്ക് പോവുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? എന്നെ ഒരു സങ്കടത്തോടിരിക്കുന്നത്. ഇത്ര കക്ഷികൾ ഒത്തിരി ഉണ്ടെന്ന്. ദൈവത്തിന് മഹത്വം. ദൈവ സ്നേഹമാണ്. നീ ന്യായം പ്രവർത്തിക്കണം. ഞാനും നിങ്ങൾ ന്യായം പ്രവർത്തിക്കണം. ദയാതൽപരരായിട്ടിരിക്കണം. മാത്രമല്ല സർവജ്ഞനായ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കണം. ഇതാ ദൈവം ഇഷ്ടപ്പെടുന്നേ. ആട്ടെ, നമുക്ക് മുമ്പോട്ട് ഓടിച്ചു പോകാം. ദൈവത്തിന് മഹത്വം. 9-നല്ലയോ നമ്മൾ നിർത്തുന്നത്? മതി. ആ വാച്ച് ഞാൻ തരും. ഒരു ഓടുന്ന വാച്ചും കറക്റ്റും ആയിരിക്കണം. ഇതിലിപ്പോൾ എത്ര? 8:30യോ? 8:35. 9 നിർത്തണം അല്ലയോ? എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? റോമർ 1:16 വായിച്ചത്. സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്.
ആരെയും രക്ഷിക്കും, ഏത് വ്യക്തികളെയും രക്ഷിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമാണ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. അതായത് സുവിശേഷം. സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. രണ്ട്, മൂന്ന് കാര്യം പറയാതെ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത, എഫീസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14 വായിച്ചു. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യം, ഒന്ന് വായിപ്പിക്കുന്നതേ ഉള്ളൂ. 6:14. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും, നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും, നീതി എന്ന കവചം ധരിച്ചും, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. ശ്രദ്ധിച്ചേ സുവിശേഷത്തിന്റെ വിശേഷത 2. ഇത് സമാധാന സുവിശേഷമാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷം സമാധാനം തരുന്നതാണ്. ഇത് സമാധാനമാണ്. സുവിശേഷം യേശു ക്രിസ്തുവാ, സമാധാനമാ. ക്രിസ്തു നമ്മുടെ സമാധാനം. മുറി അടച്ചിട്ട് പേടിച്ചിരുന്നപ്പോഴും വന്ന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിങ്ങൾക്ക് തീ കോരിയിട്ടേച്ച് പോയതല്ല, നിങ്ങൾക്ക് സ്തോത്രം. നായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ, എന്തിനാകൂലം കലരും മനമേ, എന്തിനാകൂലം കലരും മനമേ. യേശു നായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ, എന്തിനാകൂലം കലരും മനമേ, എന്തിനാകൂലം കലരും മനമേ. പ്രിയരെ, സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ഇതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ ആ വ്യക്തിക്ക് സമാധാനം. ഒരു കുടുംബത്തിൽ വന്നാൽ ആ കുടുംബത്തിൽ സമാധാനം. ഒരു ദേശത്ത് ഈ സുവിശേഷം എത്തിയാൽ ദേശത്തിന് സമാധാനം. രാജ്യാന്തരങ്ങളിൽ സുവിശേഷം എത്തിയിട്ടുണ്ടോ? അവിടെ എല്ലാം സമാധാനമാ. സമാധാനത്തിന്റെ വെന്നിക്കൊടി പറപ്പിക്കുന്ന മാർഗമാ സുവിശേഷം. തല്ലുണ്ടാക്കുന്ന മാർഗമല്ല, ആലോക്യം ഉണ്ടാക്കുന്ന മാർഗമല്ല, ജാതിയോടും രാജ്യത്തോടും ഒന്നും എതിർപ്പിക്കുന്ന മാർഗമല്ല സുവിശേഷം. സമാധാനമാണ്. കാരണം ശത്രുക്കളും പാപികളും ദോഷികളുമായിരുന്നവരെയും എല്ലാവരെയും ഒന്നിപ്പിച്ച മാർഗമാ സുവിശേഷം. പുസ്തകത്തിൽ വാക്യമുണ്ട്, ഇരുപക്ഷത്തെയും ഒന്നാക്കി എന്നിട്ട് വേർപാടിന് നടിച്ചുവരെ ഇടിച്ചങ്ങ് കളഞ്ഞു. സ്തോത്രം, സ്തോത്രം. നിരപ്പിന്റെ ശുശ്രൂഷ, TPM-കാര് പാടുന്നൊരു പാട്ടുണ്ട്. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടൊന്നാക്കുവാൻ വേർപാടിന്റെ നടുചുവർ ഇടിച്ചുവല്ലോ. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടൊന്നാക്കുവാൻ വേർപാടിന്റെ നടുചുവർ ഇടിച്ചുവല്ലോ. സ്വയമതിലില്ല, ഭയമതിലില്ല, സ്വയമതിലില്ല, ഭയമതിലില്ല. താതൻ തൻ ഹിതത്തെ തികപ്പതിനായി. സ്വയമതിലില്ല, ഭയമതിലില്ല, താതൻ തൻ ഹിതത്തെ തികപ്പതിനായി. യേശുവേ ഞാൻ കണ്ടിടുന്നു, കൺമണി പോലെന്നെ കാക്കുന്നോനായി. കൃപയിൽ നിറവായി കരുണമയനായി, കാരുണ്യവാനായി രക്ഷകനായി. കൃപയിൽ നിറവായി കരുണമയനായി, കാരുണ്യവാനായി രക്ഷകനായി. ഇത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. ഇരുപക്ഷത്തെയും ഒന്നാക്കി സമാധാനം തരുന്ന മാർഗമാണ് സുവിശേഷം. മദ്യപിച്ച് ലെവല് കെട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും അയലത്തുകാർക്കും ഒക്കെ സ്വസ്ഥത കെടുത്തി സ്വന്തം ഭാര്യ പോലും തലേ കൈവച്ച് പറഞ്ഞാൽ ദൈവമേ മുടിഞ്ഞവൻ്റെ തലേ വെള്ളിടി വെട്ടണേന്ന് സ്വസ്ഥത കെട്ടപ്പോൾ പറഞ്ഞതാ.
അത് ഞാൻ കേട്ടതുവാ. അതെ, സ്വൈരക്കേടാ എന്നും. പക്ഷെ ആ വ്യക്തി സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിച്ച് സുവിശേഷം ഏറ്റെടുത്തു. പിന്നത്തേതിൽ ആ സഹോദരി പറഞ്ഞു, എൻ്റെ അച്ചായനെ പോലൊരു നല്ല അച്ചായനെ കിട്ടാൻ പുളിക്കണമെന്ന്. അങ്ങനെയുണ്ട്. രണ്ടും ഈ സഹോദരൻ മറിയാ പറഞ്ഞേ. എൻ്റെ അച്ചായനെ പോലൊരു ഇത്തള്ള തന്നെ പണ്ട് പറഞ്ഞ കാലൻ്റെ തലേ വെള്ളിടി. പക്ഷെ ആ വ്യക്തിയിൽ സുവിശേഷം വന്നപ്പോൾ, സുവിശേഷം ഏറ്റെടുത്തപ്പോൾ ജീവിതത്തിൽ സമാധാനം ഉണ്ടായി, വീടിന് സമാധാനം ഉണ്ടായി. വെച്ച കഞ്ഞി പോലും പലപ്പോഴും കുടിച്ചിട്ടില്ല. അല്ലെ, പിള്ളേര് ഇത് എറിയുന്നത് പോലെ കലം ഇങ്ങനെ എറിയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ അല്ലെ ഈ നമ്മുടെ എന്താ അപ്പച്ചട്ടി, അത് തന്നെ കലമൊക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. നല്ല കൂട്ടാനുമൊക്കെ ഉണ്ടാക്കി വെക്കും, കഴിക്കാനൊക്കെ കയറാം. പിള്ളേർ പേടിച്ച് കട്ടലിനടി കഥകിനിടയിൽ ഭാര്യയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചേച്ച് കുനിച്ച് നിർത്തിയാക്കി ഇടിക്കുന്നത്. തള്ള ഇടയ്ക്ക് കയറിയപ്പോൾ തൂമ്പാക്കൈക്ക് തന്തയ്ക്കൊന്ന് കൊടുത്തു. കുടിച്ച് ലെവൽ കെട്ട് നിൽക്കുകയല്ലേ, അടുക്കാനൊക്കെ തെറിയുടെ കൈലാസം മുഴുവൻ പ്രശ്നം. പക്ഷേ ആ കുടുംബത്തിൽ സുവിശേഷം എത്തി. എന്ത് സമാധാനമായി ഇപ്പം. പണ്ട് സന്ധ്യയ്ക്ക് പോകുമ്പോഴെല്ലാം കൊടുങ്ങല്ലൂർ സൈഡിലെ സാധനമാണ് പറയുന്നത്. അവിടെ ആണെന്നല്ലോ ഇച്ചിരി പിന്നെ കൊള്ളാം. അയ്യോ, ആ സമയത്തൊന്നും അതിലേ പോകാതിരിക്കുന്നതാ. അള്ളയൊക്കെ നിന്നങ്ങ് അല്ല, സന്ധ്യയ്ക്ക് ഈ വീട്ടിൽ കൂടെ പോയാൽ അങ്ങനത്തെ തക്കിയാ കേൾക്കുന്നത്. ഇപ്പൊ അതിലേ പോകുമ്പോ എന്നാന്നറിയാമോ, സന്ധ്യയായി വിളക്കു വെച്ചു യേശുവേ നീ പാട്. സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചു. കേട്ടിട്ടില്ലേ പാട്ട്? എന്നാ കേൾക്കണ്ട, ചുമ്മാ അങ്ങനെ കേൾക്കണ്ട, ചുമ്മാ വന്നിരിക്കുകയല്ലേ. എന്നാ എല്ലാവർക്കും അറിയാവുന്ന ഒരെണ്ണം പാട്. ഇന്ന് പകൽ മുഴുവൻ ഇപ്പം അതാ കേൾക്കുന്നത്. പണ്ട് പറവൂരിനപ്പുറത്തെ സ്ഥലത്തുള്ള സാധനമാ. ഇപ്പം കേൾക്കുന്ന ഇതാ. മനസ്സിലായോ? സുവിശേഷം വന്നതുകൊണ്ടാണ്. സുവിശേഷം സമാധാനത്തിന്റെ മാർഗമാണ്. ഒരു ദേശത്ത് വന്നാൽ സുവിശേഷം വന്ന സമാധാനമാണ്. ഒരു ദേശത്ത് സുവിശേഷം എത്തിക്കഴിയുമ്പോൾ ആ ദേശം സമാധാനമാണ്. അടിപിടിയില്ല, അനാവശ്യമില്ല, തെറിവിളിയില്ല. അന്ത്യാമ്പ കലിങ്ക വന്ന് പമ്മിയിരുന്ന് ഓരോരുത്തരെ കൊണ്ട് വിടുകയല്ല. വലിച്ചു ഒന്നുമില്ല. പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ അടിച്ച് കോൺ തെറ്റി ഓടയിലും ഓടയെ കിടക്കുമ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളുടെ ഇടവകയാണ്. കാരണം ഇടയല കയ്യാലയുടെ ഇതിൻ്റെ പൂയപ്പള്ളി ഇടവകയാന്ന്. അതാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സുവിശേഷം വന്നു കഴിയുമ്പോൾ സമാധാനമാണ്. മനുഷ്യനെ കൊല്ലുന്ന മാർഗമല്ലിത്, തമ്മിൽ തല്ലിക്കുന്ന മാർഗമല്ല, വഴക്കുണ്ടാക്കുന്ന മാർഗമല്ല, ആയുധമെടുത്ത് അടരാടാൻ പഠിപ്പിക്കുന്ന ആയുധം ഉറയിലിടാനാ പറഞ്ഞ്. വാളെടുക്കരുത്, ഇട്. അതായത് സുവിശേഷം. ദൈവത്തിന് മഹത്വം. ഇതെവിടെ ചെന്നിട്ടുണ്ടോ അത് അവിടെ മുഴുവൻ സമാധാനമാണ്. സമാധാനം ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ ഉപദേശിമാർ ചിലയിടങ്ങളിൽ സുവിശേഷം പറയാൻ ഇങ്ങനെ മൈക്കുമായിട്ട് നിൽക്കുമ്പോൾ ചിലർ വന്ന് കണ്ടിട്ടില്ലേ, പുള്ളിയൊരു മൈക്കുമൊക്കെ സെറ്റ് ചെയ്താൽ ഒരു കടയിലെ കോണിക്കോ എവിടെ മൂല നടറോടി പോലും അല്ല ആ കടത്തിണ്ണയിലോ അവരോട് ചോദിച്ചു ഇവിടെ നിന്ന് നിന്നോ, അല്ല ഇവിടെ ഒന്ന് മാറി, ആർക്കും ശല്യമില്ലാതെ തന്നെയല്ല. നമ്മുടെ ആൾക്കാർ ആരും കേൾക്കരുതെന്നും പറഞ്ഞാൽ പ്രസംഗിക്കുന്നത്. ആരും ഇല്ലാത്തടത്തുനിന്ന് പ്രസംഗിക്കുന്ന കണ്ടിട്ടില്ലേ? ഒരു തെരുവില്ല. പുള്ളിയുടെ ഡ്യൂട്ടി അങ്ങ് ചെയ്യുന്നേ. രാവിലെ ഇറങ്ങുക, പുള്ളിക്ക് ഇത് കേൾക്കണമെന്നൊന്നും പുള്ളിക്ക് വിഷയമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ?
ആരും. എന്നിട്ട് നമുക്ക് പിന്നെ വാക്യമുണ്ട്, ആകാശമേ ഭൂമിയെ കേൾക്കുന്നുണ്ടെന്ന്. സകല ജാതികളും കേൾക്കണമെന്നാണ് എഴുതിയേക്കുന്നത്, അത് കേൾപ്പിക്കുകയല്ല. അപ്പം നമ്മുടെ ഉപദേശമാര് മിക്കവരും ഒന്ന് ആരും കേൾക്കണമെന്നുള്ള ഉദ്ദേശത്തോടല്ലേ ചെയ്യുന്നത്. രണ്ട് ഒഴിഞ്ഞ കോണില്ല, എന്നാലും നിർത്തുകയില്ല. ചില പൂവന്മാർ വന്നു ചോദിച്ചാലും സുവിശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് സ്ത്രീധനം കിട്ടിയ സ്ഥലമാണ് ഇതല്ല. ഉടനെ നമ്മൾ ഇല്ലടാ ഞാനിവിടെ നടത്തും ചുണയുണ്ട് തടയിടാന്ന് ആരും പറയാറില്ല. ഉടനെ തന്നെ പാവത്താൻ ഇതെല്ലാം പറക്കി കെട്ടി സമാധാന മാർഗമാണ്. അതേസമയം നിങ്ങൾ നോക്കിക്കേ, റോഡിൻ്റെ നടുക്ക് വിളക്കും കത്തിച്ച് ഡെസ്ക് വിട്ട് റോഡ് ബ്ലോക്ക് ചെയ്ത് ആരേലും നമ്മളവന്ന് ഒന്ന് പറഞ്ഞേ എന്തുവാടായി കാണിക്കുന്നത്, അങ്ങനെ പറയുമോ? പറയാൻ ചെല്ലുമോ? ചെന്നാൽ ഒരു നടക്ക് പോരുമോ? പോരുകയല്ല. അതെന്നാ? അത് സമാധാനത്തിന്റെ മാർഗമല്ല. ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. ഒരടി കിട്ടിയാലും സ്തോത്രം പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോരുക. തിരിച്ചടിക്കാനാക്കമില്ലാഞ്ഞിട്ടാണോ? ഒന്നൊക്കെ കൊടുക്കാം ഇല്ലേ? ഒരു 2-3 അടിക്കൊക്കെ ഉണ്ട്, ഒന്നല്ല. എന്നാൽ തിരിച്ച് തല്ലത്തില്ല. അതിൻ്റെ കാര്യം എന്നാ? പുള്ളി ആത്മാർത്ഥമായിട്ടൊരു താങ്ങിയ ഒരുമാതിരിപ്പെട്ടൊരു വീഴും, ചെയ്യത്തില്ല. അതെന്നാ? കയ്യിലിരിക്കുന്നതും അകത്തിരിക്കുന്നതും സമാധാനമാണ്. ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. സുവിശേഷം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം സമാധാനമാണ്. ഈ മാർഗത്തിൽ വന്നവരെ അമ്മമ്മേ സമയമായില്ല, 9 കഴിയട്ടെ, ഞാൻ കണ്ടു നോക്കുന്നേ. ആയില്ല, ഞാൻ കണ്ടു നോക്കുന്നേ. താമസിച്ചാൽ ഇവർ വണ്ടിയെ കൊണ്ട് വിടും എവിടാന്ന് വെച്ചില്ലേ? എൻ്റെ വണ്ടിയെ ഞാൻ വിടാം, വണ്ടിയല്ലേ നടവാണെങ്കിൽ അവിടെ ഇരി. സുവിശേഷം എവിടെ ചെന്നാലും അവിടെ എല്ലാം സമാധാനമാണ്. ഇത് സമാധാനത്തിന്റെ മാർഗമാണ്, അലോഹ്യം ഉണ്ടാക്കുന്ന മാർഗമല്ല. ഈ മൈക്ക് അങ്ങോട്ട് തന്നാൽ നിങ്ങളെല്ലാം ഈ സാക്ഷ്യം പറയും, എൻ്റെ ദാസനെ ഒരു കാലത്ത് സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ കിടന്നതാ, എന്നാൽ ഈ സുവിശേഷം പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനമുണ്ട്. ഇപ്പം കഞ്ഞിയില്ലെങ്കിലും കാപ്പിയില്ലെങ്കിലും ഞങ്ങൾക്ക് സമാധാനമുണ്ട്. അതാ ഏറ്റവും വലുത്. ഇന്ന് രാത്രി എൻ്റെ പ്രിയരെ, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? 1, ഇത് രക്ഷിക്കുന്ന മാർഗം. 2, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. 3, വിവരിക്കുന്നില്ല. സുവിശേഷത്തിന്റെ 3ാമത്തെ വിശേഷത ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. കൊലോസ്യർ 1:3 വായിച്ചു. കൊലോസ്യർ 1:3 പെട്ടെന്ന് വായിച്ചു. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം മതി. അപ്പോൾ സുവിശേഷത്തിന്റെ 3ാമത്തെ വിശേഷത ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. ഇത് പ്രത്യാശയുടെ മാർഗമാണ്. ഇങ്ങനെ ഒരു മാർഗം വേറെ ആർക്കുമില്ല. എന്തുവാ പ്രത്യാശ? എന്തുവാ പ്രത്യാശ? ഒത്തിരിയുണ്ട്. പ്രത്യാശ ഒത്തിരി പറയാനുണ്ട്. ഈ പ്രത്യാശയ്ക്ക് പൗലോസ് കൊടുത്തിരിക്കുന്ന ഒരു പദപ്രയോഗം ഭാഗ്യകരമായ പ്രത്യാശ എന്നാണ്. ഭാഗ്യകരമായ എന്തുവാ നമ്മുടെ പ്രത്യാശ? ഇരിപ്പ് കണ്ടിട്ട് ഒരു പ്രത്യാശ ഇല്ലാതാ പലരും ഇരിക്കുന്നത്. ആ ഇരിപ്പൊക്കെ കണ്ടിട്ട് ഇതുപോലൊരു ചതിവ്. എന്നാലും വന്നിരിക്കുന്നല്ലോ വലിയ കാര്യം. ഇത് സുവിശേഷം പ്രത്യാശയുടെ മാർഗമാണ്. ഒത്തിരി കാര്യം നിന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്താ പ്രത്യാശ? 1ാമത്തെ പ്രത്യാശ, നമ്മുടെ കർത്താവ് പോയതുപോലെ തിരിച്ചു വരും. അതിലെ ഏറ്റവും വലിയ പ്രത്യാശ. പോയതുപോലെ തിരിച്ചു വരുമെന്ന് ഏത് വ്യക്തി പറഞ്ഞിട്ടുണ്ട്? പോയതുപോലും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? പോകുമെന്ന് പറഞ്ഞിട്ട് പോകാതെ പറയണോ? അത്രയൊക്കെ പറഞ്ഞിരുന്നോണ്ടില്ല, ഞാൻ പറയും. എനിക്കിതൊന്നും വിഷയമല്ല. ഞാൻ പലരും പോയിട്ട് ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാൻ നമ്മൾ ചോദിക്കല്ലേ, എന്തോ അപ്പച്ചൻ എപ്പോഴാ മരിച്ച? അപ്പച്ചന് 5:30 കൂടിയാ. എന്തോ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അയ്യോ, സഭയിലൊക്കെ വന്ന് ഒത്തിരി പറയുമായിരുന്നല്ലോ, കമ്മിറ്റിയിലൊക്കെ കണ്ടമാനം പറയുന്ന ആളായിരുന്നല്ലോ. ഒന്നും പറഞ്ഞില്ല. എല്ലാവരും ഉണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്ന് അമ്മാമ്മയും വന്നായിരുന്നു. പുള്ളിക്കാരുടെ വല്ലതും പറഞ്ഞോ? ആ തങ്കമ്മാമ്മയുടെ
തങ്കമ്മേന്ന് വിളിക്കാൻ വന്നതാ. ഇത്ര ഉള്ളൂ, ഒന്നും പറയാതാ പോയത്. എന്നാ യേശു ക്രിസ്തു അങ്ങനല്ല. അയ്യോ, അരുമ ശിഷ്യന്മാരെല്ലാം വിളിച്ച് അടുത്തിരുത്തിയാച്ച് പറഞ്ഞു, പിന്നെ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കേ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് എന്ന് പറഞ്ഞാൽ ഞാൻ കളിപ്പിക്കാൻ നടക്കുന്നവനല്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുക. അവിടെ ചെന്ന് സ്ഥലമൊരുക്കിയാൽ ഞാൻ അവിടെ തന്നെ കുത്തിയിരിക്കുകയല്ല, തിരിച്ചു വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് എന്റെ കൂടെ ഇരുത്തും. ഇതാ പ്രത്യാശ. എൻ പിതാവിൻ ഗൃഹം ഇൻപമേഴും പല, എൻ പിതാവിൻ ഗൃഹം ഇൻപമേഴും പല, സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടതിനാൽ ഇനി സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടതിനാൽ ഇനി ചിത്തം കലങ്ങിടുള്ള പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടുള്ള പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. അപ്പൊ നമ്മുടെ പ്രത്യാശ, നമ്മുടെ കർത്താവ് അവൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞേച്ചാ പോയത്. അല്ലാതെ ഒന്നും ഉരിയാടാനോ മിണ്ടാനോ ഊമം തെറ്റിപ്പോയതല്ല, ഉണ്ടായിട്ടുമില്ല. നോക്കി നിൽക്കുമ്പോൾ ആ മേളിലോട്ട് പോയത്. നമ്മൾ ചോദിക്കുക, നിങ്ങളുടെ പുള്ളി എങ്ങനെ പോന? എങ്ങോട്ടാണെന്നൊരു പിടുത്തോ. ഒരു സുപ്രഭാതത്തിൽ പുള്ളിയെ കാണുന്നില്ല. അങ്ങനൊന്നും അല്ല യേശു പോയത്. എന്ത് ക്ലിയറാ. ഞാൻ എപ്പോഴും പറയും, യേശു ക്രിസ്തു പോയത് അങ്ങനെ ഇരിക്കട്ടെ, വന്നതും അങ്ങനെ തന്നെയല്ലേ. എവിടെ നിന്നാ വന്നത്, എന്തുവാ ചെയ്തത്, എങ്ങോട്ടാ പോയത്? ഒരു വാക്യം വായിച്ച 16:28 യോഹന്നാൻ. ഇതെല്ലാം വാക്യം ഉണ്ട്, അതുകൊണ്ടല്ലേ ഈ പറയുന്നേ. 16:28 വായിച്ചു. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട്. ഇങ്ങോട്ട് നോക്കേ, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അതിനാ ബൈബിൾ മാറി വായിച്ചു. ഇല്ല, ഭാഷ വായിച്ചു. ആരെല്ലാം വായിച്ചു. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വായിച്ചേ. നന്നായിരിക്കും, ദൈവം എന്തിക്കട്ടെ. വായിര്. ലോകത്തിൽ വന്നിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, വന്നത് എവിടെ നിന്നാന്ന് എഴുതി. ഞാൻ പിതാവിന്റെ അവിടെ നിന്നാ വന്നേ. നിങ്ങൾ ഈ വേദപുസ്തകം മുഴുവൻ പഠിച്ചേ. യേശുക്രിസ്തു ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഞാൻ ജനിച്ചെന്ന്, വന്നെന്നാ പറഞ്ഞേക്കുന്നത്. മത്തായി എഴുതിയപ്പോൾ ജനിച്ചു, ഒടുവിൽ എഴുതി ജനിപ്പിച്ചു യേശുവിനെ. എന്നാൽ യേശു, നിങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഒറ്റ സ്ഥലത്ത് യേശു ഞാൻ ജനിച്ചത് ഇന്നതാന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞതെല്ലാം വന്നെന്നാ. ഇവിടെ അങ്ങനെ ഞാൻ അനീഷ്കാവാലം വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ യോഗത്തിന് ഇങ്ങോട്ട് യേശു ക്രിസ്തു വന്നു, നേരത്തെ ഉണ്ടായിരുന്നു, അതാ അതിൻ്റെ അർത്ഥം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ മുട്ടേന്ന് വിരിഞ്ഞുവൊന്നും അല്ല. ദൈവം കളിക്കാനായിട്ട് പുള്ളി അല്ലല്ല, ഉണ്ടായിരുന്നു, വന്നെന്നാ എഴുതിയേക്കുന്നത്. ഒന്നുകൂടെ വായിച്ചേ മോനെ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട്. ജനിച്ചെന്നല്ല, അവിടുന്ന് എന്നെ വിളിച്ചു, പുറപ്പെട്ടു എന്ന്. പുറപ്പെട്ടു. എതിലെയാ വരുന്നത്? ഞാൻ പറഞ്ഞു ചിലപ്പം വാളകത്ത് വന്ന് ചാടിയാ വരാൻ സാധ്യത. പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലായിരുന്ന ആൾ പെട്ടെന്നുണ്ടായതാണോ? ആളുണ്ടായിരുന്നു, ഇങ്ങോട്ട് പോരാൻ പുറപ്പെട്ടു, അവിടെ ഉണ്ടായിരുന്നു. മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ അവിടെ ഇങ്ങോട്ട് പുറപ്പെട്ടു വന്നത് ഒരു കന്യകയുടെ ഗർഭപാത്രത്തില്. അപ്പൊ എവിടുന്നാ വന്നത്? അവിടുന്ന് പിതാവിന്റെ അടുക്കൽ. ഒന്നുകൂടെ വായിച്ചേ മോനെ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട്. നോക്കിയേ, അവിടെ ഇങ്ങോട്ട് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. വന്നിരിക്കുന്നു. അടുത്തത് പിന്നെയും ലോകത്തെ വിട്ട്. ഇനി ഇവിടുന്ന് പിന്നെയും വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. അത്ര ക്ലിയർ ആയിട്ടാണ് എഴുതിയേക്കുന്നത്.
സംശയമൊന്നും വേണ്ട. എവിടെ നിന്ന് വന്ന ആളാ, എങ്ങോട്ട് പോയോ, ഒന്നും വേണ്ട. അവിടെ നിന്ന് വന്നു, ഇവിടെ ചില കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് പിന്നെ കർത്താവ് തന്നെ പറഞ്ഞു, വീണ്ടും ഞാൻ വരുമെന്ന്. ഇതല്ലേ പ്രത്യാശ? ദൈവത്തിന് മഹത്വം. അപ്പോൾ യേശുക്രിസ്തു എന്തിനാ വന്നെന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. കർത്താവ് വന്നത് എന്തിനാണെന്നറിയോ? മരിക്കാൻ വന്നതാ. അവിടെ നിന്ന് വന്നത് നമ്മളെല്ലാം ജീവിക്കാൻ വന്നതാ, അല്ലേ? അതെ, എല്ലാവരും ജീവിക്കാൻ വന്നതാ. സമ്മതിക്കുകയല്ല, എല്ലാവരും ജീവിക്കാൻ വന്നത്. അതിനാ തെളിവ് 1-2 ഉദാഹരണം. മധുരവിട്ട കാപ്പി വേണ്ട, മധുരമുണ്ട്, നല്ല മധുരമാണ്, വേണ്ട. അതിനാ കുറച്ച് നാളുകൂടെ യോഗം കഴിയുമ്പോൾ ഇച്ചിരി സാമ്പാറും അവിയലും ഇച്ചിരി നല്ല ചോറും പുൽനെല്ലിൻ്റെ ചോറും ഇച്ചിരി ഏറെ ഇലയിലോട്ട് വിളമ്പി ഇച്ചിരി കഴിക്കും. വേണ്ട വേണ്ട, ഞാൻ രാത്രി അതിനാ കുറച്ച് നാളുകൂടെ. ഭാര്യയും ഭർത്താവും വെളുപ്പിനെ അച്ചാൻ്റെ കയ്യിലൊരു കുറുവടിയും നിക്കറും അമ്മാമയൊരു മിടിയും തലയിലും എല്ലാം കെട്ടിയത് ഇങ്ങനെ ഓടനാവട്ടം വഴി പൂയപ്പള്ളി വരെ. അതെന്നാ കുറച്ച് ആളൂടെ. അതാ ഞാനും നിങ്ങളും എല്ലാം ഇവിടെ വന്ന ജീവിക്കാനാ. എന്നാൽ യേശുക്രിസ്തു വന്നത് മരിക്കാനാ. അവിടുന്ന് പറഞ്ഞല്ലോ മരിക്കാൻ വന്നെന്ന്. വായിച്ചേ മോനെ, വായിച്ചേ. മരിക്കാനാ വന്നെന്ന്. അല്ല, 16 മത്തായി സുവിശേഷം 16:21 ഒന്ന് വായിച്ചേ. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങിയെന്നാ. നിർത്തിയുന്നില്ല, അന്ന് മുതൽ തുടങ്ങി. എന്തുവാ? ഞാൻ മരിക്കാൻ പോവാന്ന്, മരിക്കാൻ വന്നതാന്ന് പറഞ്ഞു തുടങ്ങി. മോനെ, മർക്കോസ് 8:31 വായിച്ചേ. എല്ലാം തിരുവഴുത്തിലുള്ള കാര്യമാണ്. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. ഇതെല്ലാം യേശു ക്ലിയർ ആയിട്ട് പറഞ്ഞെന്ന്. ഇത്ര ക്ലിയർ ആയിട്ട് എഴുതിയേക്കുന്നത്. മോനെ, ലൂക്കോസ് 18:31 വായിച്ചേ. അനന്തരം അവൻ 12 കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവർത്തിയാകും. അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ക്ലിയർ ആയിട്ടാ യേശു പറഞ്ഞത്. ഒരു വാക്യം കൂടെ വായിച്ചോ. ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ഇത്രയും പോരാ, ഒന്നുകൂടെ വേണോ? ഒന്നുകൂടി ഇരിക്കട്ടെ. മത്തായി 17:22 വായിച്ചേ മോനെ. അവൻ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു. പിന്നെ അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. എങ്ങനുണ്ട്? ഇനിയുണ്ട് വാക്യം. ഇനിയും വേണോ? സമയം പോയത് കൊണ്ടാ. ഞാൻ ഇപ്പൊ എത്ര വാക്യം അന്ന് ഓരോ ഊളന്മാർ പറയാ വായി വരുന്ന പറയുമെന്ന്. ആ വായി വരുന്ന ഇതാ, അതാ വായിപ്പിച്ചേ. വാക്യമല്ലേ പറഞ്ഞേ? വളരെ ക്ലിയർ ആയിട്ട് യേശു പറഞ്ഞു. എന്തിനാ ഇങ്ങോട്ട് മനുഷ്യപുത്രൻ വന്നതെന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു. എവിടുന്നാ വന്നെന്നും യോഹന്നാൻ 16:28 പറഞ്ഞു. വന്നത് എന്തിനാ? മരിക്കാൻ വന്നതാ. നിങ്ങൾ ആ ഭാഗം ശരിക്കും സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ അവിടെ നിന്ന് പറഞ്ഞ് മരിക്കാൻ വന്നതാ. 1. 2, എവിടെ വെച്ചാ മരിക്കുന്നെന്നും പറഞ്ഞു, യെരൂശലേമിൽ. 3, എങ്ങനെ മരിക്കുമെന്നും പറഞ്ഞു. മരിക്കുന്ന വിധം തുപ്പി തല്ലി ആക്ഷേപിച്ച് കൊല്ലും വിധമൊക്കെ പറഞ്ഞു. 4, ആരാ കൊല്ലുന്നെന്നും പറഞ്ഞു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ഇവരായതിൻ്റെ അണിയറ പ്രവർത്തകർ. അതെല്ലാം ക്ലിയർ ആക്കി. യേശുവിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം ഇതൊക്കെ പറഞ്ഞെങ്കിലും തൻ്റെ ശിഷ്യന്മാരോട് ആരോടും പറഞ്ഞില്ല. മഹാപുരോഹിതൻ്റെ കഴുത്ത് കണ്ടിക്കാൻ പറഞ്ഞില്ല. അവനായതിൻ്റെ മുഖ്യ ആൾ. അവനെ ഈ വർഷം ഈ സെൻറ്ററിൽ നിർത്തരുത്, ന്യൂട്രൽ. അവനെ നമുക്ക് വല്ലതും അങ്ങനെ നമുക്കെതിരെ ഒരുത്തനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളുടനെ ജോർജ് കുട്ടി
മനസ്സിലായില്ല. യേശുക്രിസ്തു ഇതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇനി അടുത്തൊരു വിശേഷത പറയാം. നിങ്ങൾ ഈ വാക്യങ്ങളെല്ലാം വായിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? മനുഷ്യപുത്രൻ മരിക്കും എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല, ചേർത്ത് പറഞ്ഞു ഉയർക്കുമെന്ന്. അത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞ ആരുണ്ട്? ഈ പറഞ്ഞ വാക്യമെല്ലാം നിങ്ങൾ നോക്കിയേ, അവിടെ എല്ലാം അങ്ങനെ മോനെ എഴുതിക്കുന്നത്. മരിക്കുമെന്ന് പറഞ്ഞിട്ട് കുത്തില്ല. അങ്ങനെ ഒന്ന് വായിച്ചേ മോനെ. ഓ, നീ തല ഉലുക്കാതെ വായിച്ചതാ. അവൻ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശുവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു, അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും കൊല്ലുകയും. കുത്തുണ്ടോ? ഇല്ല, ഇല്ല. ശ്രദ്ധിക്കണം, കൊല്ലുകയും 3-ാം നാൾ ഉയർക്കുകയും ചെയ്യും. അത്ര ക്ലിയർ ആയിട്ടാ പറഞ്ഞേ. അതേത് വാക്യാ വായിച്ചേ? മത്തായി 17. മത്തായി 16-21 വായിച്ചേ. 16-21 വായിച്ചു. അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും. കുത്തുണ്ടോ? ഇല്ല. കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും പറഞ്ഞു. ഫുൾ സ്റ്റോപ്പ് ഇല്ല. ലൂക്കോസ് 18:31 വായിച്ചേ. അനന്തരം അവൻ പന്തിരുവരെ കൂട്ടിക്കൊണ്ടവരോട്, ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവർത്തിയാകും. അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ. നിർത്തണ്ടോ? ഇല്ല, ഇല്ല. കൊല്ലുകയും 3-ാം നാൾ അവനെ ഉയർത്തുകയും. മർക്കോസ് 8:31 വായിച്ചേ. ഭൂതങ്ങൾ അവനോട്, മനുഷ്യപുത്രൻ പലത് സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്ന. ഇത്ര ക്ലിയർ ആയിട്ടാ പറഞ്ഞേക്കുന്നേ. എന്തിനാ ഇങ്ങോട്ട് വന്നത്? മരിക്കാൻ വന്നതാ. ആർക്ക് വേണ്ടി? എനിക്കും നിനക്കും വേണ്ടി. എന്തിനാ? എന്നെ നിന്നെ രക്ഷിക്കാൻ. പ്രൈസ് ദി ലോർഡ്. മരിക്കുകയും ഫുൾ സ്റ്റോപ്പ് അല്ല, മരിക്കുകയും 3-ാം നാൾ ഉയർക്കുകയും ചെയ്യും. ഇന്നും അവിടുന്ന് ഉയർത്തു ജീവിക്കുന്നവനാ. ഇതുപോലെ ഉന്നതനും മഹത്വവാനും മഹിമയുള്ള ഒരുത്തം വന്നിട്ടില്ല, വരത്തുമില്ല. ഒരുവൻ മാത്രമേ ഉള്ളൂ, നസറായനാകുന്ന യേശുക്രിസ്തു. അതാ സുവിശേഷം. സമയം എന്തുവായി? മതി, ഇതുപോലെ ഇത് മതി. ഇതിന്റെ ആവശ്യമുള്ളൂ. സുവിശേഷം ഇതാ, ദൈവത്തിന്റെ മഹത്വം. 5 മിനിറ്റ് കൊണ്ട് നിർത്തുക. എന്താണ് സുവിശേഷം? യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? എല്ലാവരും കേൾക്കണം. എന്തുവാ സുവിശേഷത്തിൻ്റെ വിശേഷത? 1, ഇത് രക്ഷിക്കുന്ന മാർഗം. 2, സമാധാനം തരുന്ന മാർഗം. 3, പ്രത്യാശയുടെ മാർഗം. ആ പ്രത്യാശയായത് എന്തുവാ? യേശു വീണ്ടും വരും, തിരുസഭയെ ചേർക്കും. ഇതാ പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ. എന്താ നമ്മുടെ പ്രത്യാശ? ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുക. നമ്മുടെ മാതാവ്, പിതാവ്, അപ്പൻ, അമ്മ, അല്ലെങ്കിൽ സഹോദരൻ, സഹോദരി, ഭാര്യ, ഭർത്താവ്, മക്കൾ, വേണ്ടപ്പെട്ടവർ ഒരു സുപ്രഭാതത്തിൽ പൊടുന്നനെ അവര് ഈ ലോകം വിട്ട് കടന്നുപോയി. അഗാധമായ ദുഃഖമുണ്ട്, മനോവേദന ഉണ്ടാകും. നമ്മുടെ വേണ്ടപ്പെട്ടവർ പൊടുന്നനെ മാറ്റപ്പെടുമ്പോൾ ആർക്കാ മനോദുഃഖമില്ലാത്തത്? കരയും. പ്രത്യാശയില്ലാത്തവരെ പോലെ കരയരുതെന്നേ ഉള്ളൂ. യേശു കരഞ്ഞല്ലോ കല്ലറയ്ക്ക് വന്ന്. ചില യേശുവിനേക്കാളും വലിയ മുടുക്കന്മാരുണ്ട്. വലിയ കീർവാണം പറയും, എൻ്റെ വൈഫ് മരിച്ചിട്ട് ഞാൻ ഒരു തുള്ളി കണ്ണീർ കടും ഹൃദയമുള്ള ഒരുത്തൻ. കൂടെ പെമ്പള താമസിച്ചപ്പം കരയാതിരിക്കുന്ന നീയാന്നോ? എൻ്റെ പ്രിയപ്പെട്ടവൾ മരിച്ചപ്പോൾ ഉളത്തരം വർത്താനം പറയുന്നതിന്. അച്ചായൻ മരിച്ചപ്പോൾ ഞാൻ എന്നെ പോലൊരു കഠിന ഹൃദയമുള്ള സ്ത്രീയെ. എടാ, പ്രിയനായ ലാസർ മരിച്ചപ്പോൾ യേശു കരഞ്ഞു. നീ യേശുവിനേക്കായാലും വലിയ അവൻ പറഞ്ഞു, യേശു ഒന്നും എൻ്റെ മുന്നിൽ, കൊട്ടറ ലീലാമ്മയുടെ മുന്നിൽ യേശു ഒന്നും. എന്നാ ചെയ്യാൻ? അയ്യോ, നമുക്ക് വേണ്ടപ്പെട്ടവർ കടന്നു പോകുമ്പം ദുഃഖമുണ്ടാകും. ചെല്ല് കരയും.
കരയും. പക്ഷേ ആ കരയുമ്പോഴും വലിയ പ്രത്യാശയാണ്. ചിലരെ കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണുനീര് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. തെറ്റൊന്നുമല്ല. പണ്ടൊരടക്കത്ത് ഞാൻ ഒരു ഉപദേശിച്ച് പറഞ്ഞു, മേരിക്കുട്ടി കരയാതെന്ന്. ഭർത്താവ് മരിച്ചു കിടക്കുക, 38-39 വയസ്സേ ഉള്ളൂ. അവർ പെട്ടെന്ന് മരിച്ചതല്ലേ, അവന് സങ്കടമില്ലേ? എൻ്റെ അച്ചായ ഒന്നും പറഞ്ഞു, അവർ അങ്ങ് സങ്കടത്തോടെ കരഞ്ഞു. എന്നെ ഉപദേശിച്ച് പറയാം, ഞാൻ പറഞ്ഞാൽ താൻ കര, അവരല്ലേ കരയേണ്ടത്? കരയാന്ന് അതൊക്കെ പറയേണ്ട മുടക്കേ ഉള്ളൂ, കരയരുതെന്ന്. കരഞ്ഞു. പക്ഷേ പൗലോസ് പ്രമാണം വെച്ചിട്ടുണ്ട്, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ അപ്പൻ, അമ്മ, സഹോദരി, സഹോദരൻ, അല്ലെ ഭർത്താവ്, ഭാര്യ, വേണ്ടപ്പെട്ടവർ മൺമറഞ്ഞു. ദുഃഖമുണ്ടെങ്കിലും മൂടുപടമൊക്കെ ഇട്ട് സഹോദരിമാരും അല്ലെ സഹോദരന്മാരൊക്കെ ഇങ്ങനെ അടുത്തിരിക്കുക, വചന ശുശ്രൂഷയിലൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. കരച്ചിൽ വരാഞ്ഞിട്ടല്ല, ദുഃഖമില്ലാഞ്ഞിട്ടല്ല, നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്തുവാണെന്നറിയാമോ? ആമേൻ. അധികം താമസം വിനാ നമ്മൾ ഇവരെ കാണുമെന്ന്. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവർ ഉയർത്തു വരും. ആ ഉയർത്തു വരുന്നത് പട്ടിയായിട്ടും പാറ്റായിട്ടും കണ്ടം പൂച്ചയായിട്ടൊന്നുമല്ല. അപ്പച്ചനാന്നാ തോന്നുന്നത്. ഇവിടെ ചുമ്മാ ഊളത്തരവൊക്കെ പറയാതെ. മനസ്സിലാകുന്നില്ലേ? കേട്ടോ, അവിടെ നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ. പന്ന പട്ടി നിന്നെ നോക്കാൻ. അച്ചാനാന്നോടാ പട്ടി. അയ്യോ, നമ്മുടെ പ്രത്യാശ പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒന്നും അല്ല വരുന്നേ. ആ കാളയിൽ അച്ചായനുണ്ടാ? അച്ചായൻ കാളയുടെ ദേഹത്തും കയറുകയല്ല, പോത്തിന്റെ ദേഹത്തും കയറുകയല്ല, പറവയായിട്ടും വന്ന് പറന്ന് അമ്മച്ചിയാന്നാ തോന്നുന്നു കേട്ടോ. അമ്മച്ചി പറവയായിട്ടും വരികയില്ല, വലിയായിട്ടും ഒന്നും വരികയില്ല. പോയി അമ്മച്ചി ഈ ദ്രവത്വമുള്ള ശരീരം മാറി ദ്രവത്വമില്ലാത്തൊരു ശരീരവുമായിട്ട് ഉയർത്തു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ഒരു പുത്തൻ ശരീരം. ഈ ശരീരം ദുർഗന്ധം ഉണ്ടാക്കുന്നതാ. സാറ് ഒരു വരി ഇങ്ങനെ പാടി, പുതിഗന്ധം നിറയുമീ, പുതിഗന്ധം നിറയുമീ ദേഹം തകർ നീടുമേ, ദേഹം തകർ നീടുമേ, മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം. ഈ പൂതിഗന്ധമുള്ള ദേഹം നഗരും. പൂതിഗന്ധം എന്ന് പറഞ്ഞാൽ ദുർഗന്ധം. ഒന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് ദുർഗന്ധം ഉണ്ടാക്കുന്ന ദേഹവാ. ഇല്ലേ മോനെ? ഉറക്കെ പറയടാ. ആൽവിനല്ലേ? നമ്മുടെ ഈ ശരീരം ദുർഗന്ധം വരുത്തുന്നതാ. തെളിവ് യോടി തെളിവെന്നാ? ഒരാഴ്ച പല്ല് തേക്കാതിരുന്നേ. സ്തോത്രം സ്തോത്രം. ബ്രദർ എവിടുന്നാ വരുന്നേ? പല്ല് തേച്ചിട്ടൊക്കുന്നില്ല, പിന്നെ ആ തേക്കാതെ. ഇത് ദുർഗന്ധം ഉണ്ടാക്കുന്ന ശരീരമാണ്. മരിച്ച പ്രിയപ്പെട്ടവരെ വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചേ കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ പരിവക്കേടാകും. ഇത് ദുർഗന്ധം ഉണ്ടാക്കുന്ന ഈ ശരീരം അങ്ങ് മാറും. നമ്മുടെ പ്രത്യാശ ഒരു പുത്തൻ ശരീരം ലഭിക്കും. പുത്തനാകും ശരീരത്തെ, പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ, അന്ന് ദത്തം ചെയ്യും നായകൻ. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം. ഈ ദുർഗന്ധമുണ്ടാക്കുന്ന ശരീരം മാറി നമുക്കൊരു പുത്തൻ ശരീരം ലഭിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വന്നും ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്നു. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ തനിയെ ഇരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികൾ എത്ര ദൈവമോ ഓരോന്നിന് അതതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല.
പച്ചക്കട മാംസം വേറെ, കന്നുകാലികട മാംസം വേറെ, മത്സ്യക്കട മാംസം വേറെ, മൃഗങ്കട മാംസം വേറെ, ഭൗമശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ് ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരമുണ്ട്. ഒന്നാം മനുഷ്യൻ അവൻ മണ്ണ് കൊണ്ടുള്ളവൻ, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ആത്മീകമല്ല പ്രാകൃതമത്തെ. ആമേൻ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം ചേർന്ന് പറ. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വാ. PYP അംഗങ്ങളോടും പറയാം, ഇത് വ്യർത്ഥമൊന്നുമല്ല കേട്ടോ. ചിലർ പറയും ഈ പിള്ളേരെല്ലാം കൂടെ എന്തിനാ ഇപ്പൊ യോഗം വെച്ചെന്ന്. അയ്യോ സഹോദരന്മാരെ, വ്യർത്ഥമല്ല. പൊട്ടന്മാര് പലതും പറയും. നശിച്ചു പോകുന്നവർക്ക് ഇത് പോഷത്വമാ, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാ. ഇത് മണ്ടത്തരമൊന്നുമല്ല, അബദ്ധമൊന്നുമല്ല. ഇന്ന് രാത്രി ഒരു വ്യക്തി ഇത് കേട്ടാ മതി, ഇത് അബദ്ധമല്ല, ഇത് ജയമാ. നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് പ്രത്യാശയുടെ മാർഗമാണ്. ഞാൻ എൻ്റെ വാക്ക് നിർത്തി. എടുത്ത വാക്യത്തിലൊന്നും വരാനൊത്തില്ലെന്നറിയാമെങ്കിലും ഇന്നിങ്ങനെ അങ്ങ് പോട്ടെ. സ്തോത്രം. ഒരു ദിവസം പശുവിനെ വഴിയിലും കെട്ടാവല്ലോ എന്ന് പറഞ്ഞ പോലെ ഇന്നിങ്ങനെ അങ്ങ് പോട്ടെ. എന്തായാലും സന്തോഷമുണ്ട്. രണ്ടുപേരെങ്കിലും സുവിശേഷം കേൾക്കട്ടെ. ഇത് പ്രത്യാശയുടെ മാർഗമാണ്, സമാധാനത്തിൻ്റെ മാർഗമാണ്, രക്ഷയുടെ മാർഗമാണ്. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. പ്രത്യാശയോടിവിടം വിട്ടക്കരെ നടത്തിയ എത്രയോ പരിശുദ്ധന്മാർ കൈയടിച്ചിരിക്കുന്നു. പ്രത്യാശയോടിവിടം വിട്ടക്കരെ നടത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു. എന്നോ നിമേഘെ വന്നിടും വിശ്രാമ നാട്ടിലെത്തിടുവാനുണ്ടോ ഇനി കാലദൈർഘ്യം എത്ര ഞാനോട് ഓ ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിനായി. അമ്മനുണ്ടോ ഇനി കാലദൈർഘ്യം എത്ര ഞാൻ ഓടണം. ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനായി. നക്ഷത്രങ്ങൾ പോലീ ലോകെ ശോഭിച്ചോരിൽ ചിലരെ കാണും ഞാൻ ഈ ലോകെ ശുദ്ധർ കൂട്ടത്തിൽ. ഓ നക്ഷത്രങ്ങൾ പോലീ ലോകെ ശോഭിച്ചോരിൽ ചിലരെ കാണും ഞാൻ ഈ ലോകെ ശുദ്ധർ കൂട്ടത്തിൽ. എന്നോ നിമേഘെ വന്നിടും വിശ്രാമ നാട്ടിലെത്തിടുവാനുണ്ടോ ഇനി കാലദൈർഘ്യം എത്ര ഞാൻ ഓടണം. ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിനായി. ഉണ്ടോ ഇനി കാലദൈർഘ്യം എത്ര ഞാൻ ഓടണം. ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനായി. ഈ മായാലോകെ പോരാടുന്ന ദുഷ്ടശക്തിയാകവേ നിത്യം തേജിച്ചപ്പൻചാരെ ചേർത്തിടേണമേ. ഈ മായാലോകെ പോരാടുന്ന ദുഷ്ടശക്തിയാകവേ നിത്യം തേജിച്ചപ്പൻചാരെ ചേർത്തിടേണമേ. എന്നോ നിമേഘെ വന്നിടും വിശ്രാമ നാട്ടിലെത്തിടുവാനുണ്ടോ ഇനി കാലദൈർഘ്യം എത്ര ഞാൻ ഓടണം. ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനായി. ഉണ്ടോ ഇനി കാലദൈർഘ്യം എത്ര ഞാൻ ഓടണം. ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനായി. ഉണ്ടോ ഇനി കാലദൈർഘ്യം എത്ര ഞാൻ ഓടണം. ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനായി. ഉണ്ടോ ഇനി കാലദൈർഘ്യം എത്ര ഞാൻ ഓടണം. ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനായി. ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനായി. കാലദൈർഘ്യം എത്ര ഞാൻ ഓടണം. ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനായി. ഉണ്ടോ ഇനി കാലദൈർഘ്യം എത്ര ഞാൻ ഓടണം.
ചൊല്ലിടുക ആശ്വാസത്തിനായി എത്ര നാൾ ഞാൻ ഓടണം ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിനായി എത്ര നാൾ ഞാൻ ഓടണം ചൊല്ലിടുക ആത്മാവേ ഇന്ന് രാത്രിയിലൂടെ വന്ന് ദൈവത്തിന്റെ വചനം പറയുവാൻ ദൈവം ഭാഗ്യം നൽകി. എന്നെ ക്ഷണിച്ച ആദരണീയ കർത്തദാസന സഭയ്ക്കും PYP അംഗങ്ങൾക്കും എല്ലാ ചുമതലപ്പെട്ടവർക്കും ദേശവാസികൾക്കും കൂടപ്പെട്ടവർക്കും നന്ദി. നിങ്ങൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് വരെ നിൽക്കുന്നത്. ഇനിയും നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. ഓർക്കുമ്പോഴാണ് നല്ല ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? 1 മിനിറ്റ് ഇറങ്ങിപ്പോകരുത്. 1 മിനിറ്റ് ഒക്കുന്നെങ്കിൽ ആ കരങ്ങളൊന്ന് വീശി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇന്നും എന്തേക്കും കരങ്ങൾ വീശി ക്രിസ്തുവിൻ കൂടെ പാർക്കും. കരങ്ങൾ വീശി ഇന്നും എന്നേക്കും